ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കണ്ണൻ എസ് ദാസിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി ശ്രീ കുര്യൻ പ്രശ്നകുമാർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കറിയാം, ഇന്നത്തെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ഇന്നത്തെ കവി, ഇന്നത്തെ സാംസ്കാരിക പ്രവർത്തകൻ എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൻ എസ് ദാസ് ആണെന്ന് നമുക്കറിയാം. ഒരു കവിയുടെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം നടക്കുന്നതിനേക്കാളും, കല്യാണ ആഘോഷങ്ങളെക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു കവി അയാളുടെ ഏകാന്തതയിൽ അയാളുടെ ജീവിതത്തിൻ്റെ 99% സമയങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ കാലത്തെയും ജീവിതത്തെയും സമൂഹത്തെയും ഒക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ച് ഭാഷയിലൂടെ ആവിഷ്കരിക്കുന്ന ഒരു വലിയ സ്വത്വ ആവിഷ്കാരമാണ് കവിത, അല്ലെങ്കിൽ ഏതൊരു സാഹിത്യ സൃഷ്ടിയും. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും സത്യസന്ധവും ഏറ്റവും ആത്മാർത്ഥവും ആയിട്ടുള്ള ഒരു സർഗ പ്രക്രിയയാണ് എഴുത്ത് എന്നത്. കേവലം നിർജീവമായ വാക്കുകളെ ഉപയോഗിച്ച് ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ആഖ്യാനം സൃഷ്ടിക്കുക, അതാണ് എഴുത്തെന്ന് പറയുന്നത്. എഴുത്ത് എന്നത് നമ്മൾ വളരെ നിസ്സാരമായി സമീപിക്കേണ്ട ഒന്നല്ല. കാരണം കവിതയായാലും സാഹിത്യത്തിൻ്റെ ഏത് രൂപങ്ങളായാലും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നു, കവിത മാറിക്കൊണ്ടിരിക്കുന്നു, വാക്കുകളുടെ വിനിമയ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ അഭിരുചികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങളെല്ലാം ഒരു കവി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. തൻ്റെ ജീവിതം മാത്രമല്ല, തൻ്റെ ഭാഷ മാത്രമല്ല, തൻ്റെ കവിത മാത്രമല്ല, ഓരോ നിമിഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരന് മാത്രമേ, ഒരു കവിക്ക് മാത്രമേ ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതിന് യാതൊരു സംശയവും ഇല്ല. കേവലം വാക്കുകൾ കൊണ്ട് ഒരു പഴയ മട്ടിൽ കവിത എഴുതുക എന്നതല്ല കവിത എഴുത്ത് എന്ന് പറയുന്നത്. ഈ പുസ്തകം ഞാൻ വായിക്കാനെടുക്കുമ്പോൾ, ഇതിലെ ആദ്യ കവിത വായിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഒരേ ഒരു കാര്യമാണ്. ഇതിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ സമകാലികമാണോ, നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തെ സത്യസന്ധമായി ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കാരണം കവിതയിലെന്നല്ല, സാഹിത്യത്തിലെന്ന ഭാഷ കൊണ്ടാണ് നമ്മൾ ഈ മടുപ്പിനെ അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നത്, എഴുത്തിനെ മറികടക്കുന്നത് ഭാഷ കൊണ്ടാണ്. അതിനാണ് ഈ ലിംഗ്വിസ്റ്റിക് ബ്രേക്ക് എന്നൊക്കെ നമ്മൾ പറയും, ഭാഷാശാസ്ത്രപരമായ വിച്ഛേദം എന്നാണ് നമ്മളതിനെ പറയുന്നത്. നമുക്കറിയാം, 60കളിലോ 70കളിലോ ഉണ്ടായ കവിതയുടെ സ്വഭാവമല്ല ഇന്നത്തെ കവിത. അയ്യപ്പ പണിക്കരും കടമ്മനിട്ടയും സച്ചിദാനന്ദനും ഒക്കെ കൊണ്ടുവന്ന ഭാഷാ രീതിയല്ല ഇന്നത്തെ കവിത. അവർ നേരിട്ട കാലമല്ല ഇന്നത്തെ കാലം. ഇന്നത് ശരി ഇന്നത് തെറ്റി എന്ന് വ്യവച്ഛേദിച്ച് പറയാൻ കഴിയുന്ന ഒരു കാലമായിരുന്നു ആധുനികതയുടെ കാലഘട്ടം. ഏകദേശം 90കൾ വരെ നീണ്ടുനിന്ന ആധുനികതയുടെ കാലഘട്ടം. അതിനുശേഷമുണ്ടായ 90കൾക്ക് ശേഷം കവിതയിലുണ്ടായ, സാഹിത്യത്തിലെ, സമൂഹത്തിലൊക്കെ ഉണ്ടായ ഒരു വലിയ മാറ്റമുണ്ട്. ആഗോളവൽക്കരണവും അതിനോടനുബന്ധിച്ച തുറന്ന വിപണിയും എല്ലാം, അതിലുപരി സാങ്കേതിക വിദ്യയുടെ അതിപ്രസരവുമെല്ലാം നമ്മുടെ സമൂഹത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന കാലം അടിമുടി മാറ്റിമറിക്കപ്പെട്ടു. സാഹിത്യ സമീപനങ്ങൾ മാറ്റിമറിക്കപ്പെട്ടു. അതാണ് സാങ്കേതിക വിദ്യ. എഴുത്ത് പ്രസാധകരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന, പ്രിന്റഡ് മീഡിയയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഈ എഴുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നു.
അതിലൂടെ പ്രിന്റഡ് മീഡിയ അപ്രസക്തമാവുകയും സോഷ്യൽ മീഡിയ ഏറ്റവും ജനകീയമായി മാറുകയും ചെയ്തു. സൈബർ ഇടത്തിലൂടെ എഴുത്ത് ഡെവലപ്പ് ചെയ്തു. സൈബർ കവിതകൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ കവിത മാറി. ഈ കാലത്തും തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തൊരു കാലമാണ് അതോടെ ഉണ്ടായത്. ഏറ്റവും പുതിയ സത്യം, ഏറ്റവും പുതിയ ഭാഷ, ഏറ്റവും പുതിയ അഭിരുചി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവിഷ്കരിക്കുന്നത് തൊട്ടടുത്ത നിമിഷം അതല്ലാതായി മാറ്റപ്പെടുന്ന ഒരു കാലം കൂടിയാണിത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ചാറ്റ് GPT പോലുള്ള പ്രതിഭാസം വന്നതോടെ മനുഷ്യൻ കവിത എഴുതുന്നതാണ്, കവി കവിത എഴുതുന്നതാണ്. ചാറ്റ് GPTക്ക് നമ്മുടെ നിർദ്ദേശം കൊടുത്താൽ മതി, എനിക്കൊരു കവിത വേണം. കണ്ണൻ S. ദാസ് എഴുതിയിരിക്കുന്ന ജാലകമില്ലാത്ത ഒറ്റവാതിൽ മുറി എന്ന സബ്ജക്റ്റ് നമ്മൾ കവിത എഴുതാനായിട്ട് ചാറ്റ് GPTക്ക് നിർമ്മിത ബുദ്ധിക്ക് കൊടുത്താൽ 2 സെക്കൻഡിനകം നമുക്ക് കവിത എഴുതാം. കഥ വേണമെങ്കിലും അങ്ങനെ എഴുതാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് 300 വാക്കിൽ ഒരു ഉപന്യാസം തരാൻ പറഞ്ഞാൽ 2 മിനിറ്റിനകം നമുക്ക് കിട്ടും. ഗൂഗിൾ മുഴുവൻ പരിധി ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു കാലത്തിലാണ് കണ്ണൻ S. ദാസ് കവിതയിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനകത്ത് സമീപിച്ചത് വാക്കുകളെയാണ്, ഭാഷയാണ് കവി എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ കവിത വായിച്ചു, മറിച്ചു, രണ്ടാമത്തെ വായിച്ചു, മൂന്നാമത്തെ വായിച്ചു. ആദ്യം പ്രണയത്തെക്കുറിച്ചുള്ള കവിതകളാണ്. ഈ പുസ്തകം പല ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. 1 പ്രണയം, 2 വിരഹം, 3 കലാപം, അടുത്തത് മരണം, ഓരോ നേരം, അടുത്തത് 5-6 വരികൾ എന്ന രീതിയിൽ എഴുതപ്പെട്ട ചെറിയ 4-6 വരികൾ വീതം എഴുതപ്പെട്ട കവിതകൾ. ഇതിൽ ഏറ്റവും അവസാനത്തെ ഈ ചെറു കവിതകൾ വരെ ഞാൻ വായിച്ചപ്പോൾ ഈ കവി എത്രമാത്രം കവിതയുടെ വൈവിധ്യങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ആളാണ് എന്ന് ഞാൻ അത്ഭുതത്തോടെ ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ പ്രണയത്തെക്കുറിച്ചുള്ള കവിത വായിച്ചപ്പോൾ, ആ ഭാഗത്തെ കവിതകൾ മുഴുവൻ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ, പ്രണയം ലോകത്താകമാനമുള്ള കവികളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രമേയമാണ് പ്രണയം എന്ന് പറയുന്നത്. ഏത് കവിയും പ്രണയത്തെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ കവികൾ എങ്ങനെ പ്രണയത്തെ സമീപിക്കുന്നു? നീ തൊട്ടു ഞാൻ തീതാമ്പായി എന്ന് സാഫോ എഴുതിയിട്ടുണ്ട്. സാഫോയെ നീ തൊട്ടു 2 വാക്കുകളാണ്, ഞാൻ തീതാമ്പായി. പ്രണയത്തെ ഇതിനപ്പുറം ആവിഷ്കരിക്കാൻ കഴിയുമ്പോൾ എന്ന് എനിക്ക് സംശയമുണ്ട്. 4 വാക്കുകൾ കൊണ്ട് പ്രണയത്തിന്റെ വലിയ ഇതിഹാസം തന്നെ ഉണ്ടാക്കി. നീ തൊട്ടപ്പോൾ ഞാൻ ഒരു വലിയ തീതാമ്പായി ആടിപ്പടർന്നു എന്ന സാഫോ കവിത എഴുതിയപ്പോൾ ഇതൊക്കെ വായിച്ച് അന്തം വിട്ട ആളുകളാണ് നമ്മളൊക്കെ. അങ്ങനെ നിരവധി വ്യത്യസ്തമായ രീതിയിൽ, ഇടപ്പള്ളി, മലയാളത്തിന്റെ ഇടപ്പള്ളി, ഇവരെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. ചങ്ങമ്പുഴ, ഈ വലിയ കാവ്യ പാരമ്പര്യത്തിലൂടെയാണ് ഇന്നത്തെ ഒരു ചെറുപ്പക്കാരന് കടന്നു പോകേണ്ടത്. ഇവരൊക്കെ ആവിഷ്കരിച്ച കവിതകളെ മറികടന്നുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. തീർച്ചയായും ഓരോ കവിതകൾ മറിക്കുമ്പോഴും ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഓപ്പൺ പോയട്രി എന്ന് പറയുന്ന ഏറ്റവും പുതിയ കവിതയുടെ ഭാഷാ രീതികൾ, നമ്മൾ ശ്വസിക്കുകയും കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന പോലുള്ള ഭാഷ, നമ്മുടെ വികാരങ്ങളെ അലങ്കാരങ്ങളൊന്നും ഉപയോഗിച്ച് പറയാത്ത ഭാഷ, ആധുനികതയിലേക്ക് ഉപയോഗിച്ച് നമുക്കറിയാം. ബിംബവൽകൃത ഭാഷയാണ് ഇവിടെ. അങ്ങനെയല്ല, നമ്മൾ സംസാര ഭാഷയാണ്. ഇവിടെ ബിംബങ്ങളില്ല, മെറ്റഫറുകളില്ല. ഈ ബിംബങ്ങൾക്കും മെറ്റഫറുകൾക്കും ഇടയിലുള്ള ഒരു മറുഭാഷ, പകരം ഭാഷ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഭാഷയിലാണ് ഈ കവിതയിലൂടെ കടന്നു പോകുന്നത്. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചില കവിതകൾ ഞാനിവിടെ നോട്ട് ചെയ്തു. വേരുകൾ ആഴ്ന്നിറങ്ങുന്നത് എന്ന കവിത. മിഴികൾ തനിയെ നനയാതിരിക്കാൻ ഇനി അകലങ്ങളിൽ ഒരു ശബ്ദം മാത്രമായി നിന്നിലേക്കെത്താം. മിഴികൾ തനിയെ നനയാതിരിക്കാൻ പ്രണയത്തിന് ശതകോടി വൈകാരിക അവസ്ഥകൾ സൃഷ്ടിക്കാൻ കഴിയും. നമ്മുടെ ഏകാന്തതയുടെ ഒരു ലോകം, നിശബ്ദമായ മനസ്സിന്റെ ഒരു തേങ്ങൽ, ഭ്രാന്ത്, ഉന്മാദത്തിന്റെ ഒരു വലിയ ലോകം കവിതയുടെയും പ്രണയത്തിന്റെയും ലോകത്തുണ്ട്. ഉന്മാദത്തിന്റെ ലോകം, വർണ്ണങ്ങളുടെ സങ്കരത്വം, വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു മനസ്സാണ് ഒരു പ്രണയിനിയുടെ മനസ്സ്. അത് പ്രണയം എന്ന് പറയുമ്പോൾ ഒരു പുരുഷന് സ്ത്രീയോട് തോന്നുന്ന പ്രണയമോ സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്ന പ്രണയമോ അല്ല. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോട് നമുക്ക് സ്നേഹം തോന്നും. പ്രകൃതിയോട് സ്നേഹം തോന്നാം, കിളികളോട് പ്രണയം തോന്നാം,
അങ്ങനെ വലുതും ചെറുതുമായ എല്ലാ ജീവികളുടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ എനിക്ക് സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ തോന്നുന്നു എന്ന് എഴുതിയത് ബഷീറാണ്, വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ എനിക്ക് സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ തോന്നുന്നു എന്ന് ബഷീറാണ് എഴുതിയത്. അപ്പോൾ മിഴികൾ തനിയെ നനയാതിരിക്കാൻ ഇനി അകലങ്ങളിൽ ഒരു ശബ്ദം മാത്രമായി ഞാൻ നിന്നിലേക്ക് എത്താം, ഞാൻ അകലെയുള്ള നിന്നിലേക്ക് ഒരു ശബ്ദം മാത്രമായി എത്താം എന്നുള്ള ഒരു സമാശ്വാസം, ഒരു പ്രതീക്ഷ. ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മെ പുതുക്കി പണിയുന്നതാണ് പ്രണയം. അങ്ങനെ അനുനിമിഷം നമ്മളെ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രണയത്തിന്റെ ആവിഷ്കാരങ്ങളാണ് ഇതിന്റെ ആദ്യ ഭാഗത്തെ കവിതകൾ. അരുവി പോലെ അരിച്ചിറങ്ങണം, നിലയ്ക്കാത്ത ഉറവ പോലെ ഈ കരുതൽ. ഇത് ഒരു പ്രണയി മറ്റൊരു പ്രണയിയോട് പറയുകയാണ്, എനിക്ക് നിന്നിലേക്ക് അരുവി പോലെ, ഒരു അരുവി ഒഴുകുന്ന സാന്ദ്രതയോടെ അരിച്ചിറങ്ങണം. ജീവിതത്തിന്റെ നിഷ്കളങ്കതകളെയും മുഴുവൻ അരിച്ച്, സത്യസന്ധതയും മുഴുവൻ അരിച്ച്, ബാഹ്യമായ എല്ലാ കാപട്യങ്ങളെയും മറന്നുകൊണ്ട് എനിക്ക് നിന്നിലൂടെ ശുദ്ധമായ പ്രണയത്തിന്റെ സത്തായി എനിക്ക് നിന്നിലേക്ക് അരിച്ചിറങ്ങണം. നിലയ്ക്കാത്ത ഉറവ പോലെ, ഏറ്റവും പൊട്ടി ഒഴുകുന്ന ഉറവ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അഴുക മാലിന്യങ്ങൾ കലരാത്തതാണ്. അങ്ങനെ ഒരു മനസ്സിന്റെ ആവിഷ്കാരമാണ്. അതാണ് അതിന്റെ ഒരു കരുതലാണ് പ്രണയം എന്താ പറയുന്നത്. ധ്വനി എന്ന കവിത ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നുള്ളൂ. ധ്വനി എന്ന വരണ്ട മണ്ണിൽ പച്ചപ്പിന്റെ ഒരു നാമ്പ് ജീവന്റെ സ്വരമായി ഉയർന്നു പോകുന്നു. വരണ്ട മണ്ണ്, ഊഷരമായ ഭൂമിയില് പച്ചപ്പിന്റെ ഒരു നാമ്പ്, അവിടെയൊക്കെയാണ് ഈ കവി മനസ്സുണർന്ന് പ്രവർത്തിക്കുന്നത്. പച്ചപ്പിന്റെ നാമ്പ് ജീവന്റെ സ്വരമായി പുലർത്തിരിക്കുന്നു. ഒരു നാമ്പാണ് ജീവന്റെ സ്വരം. ദൃശ്യബിംബം ശബ്ദബിംബമായി പരിവർത്തിക്കപ്പെടുന്ന ഒരവസ്ഥ. ഒരു നാമ്പെന്ന് പറയുമ്പോൾ അത് നമുക്ക് ദൃശ്യബിംബമാണ്, നോക്കി കാണാൻ പറ്റുന്നതാണ്. അത് ജീവന്റെ സ്വരമായി മാറുന്ന ഒരു ശ്രവ്യബിംബമായിട്ട് മാറുകയാണ്. ഇതൊക്കെ കവിതയിൽ സഞ്ചരിക്കുന്ന രൂപാന്തരങ്ങളാണ്. ഇതിനെയൊക്കെ വളരെ സൂക്ഷ്മമായി അടയാളപ്പെടുത്താൻ കണ്ണന് കഴിയുന്നുണ്ട് എന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. അടുത്ത് നോക്കുക, പ്രണയത്തിനപ്പുറം ഭ്രാന്തിന്റെ മഞ്ഞ വെളിച്ചം. പ്രണയികൾ ഉന്മാദികളായിരിക്കും. നമ്മുടെ സംഘർഷാത്മകമായ ഒരു ലോകത്തിന്റെ ഒരു ബാഹ്യ പ്രപഞ്ചത്തെ മുഴുവൻ മറന്നിട്ട് അതിന് സമാന്തരമായ മറ്റൊരു ലോകം ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കവി. ബാഹ്യലോകത്തിന്റെ കാപട്യങ്ങളും യാഥാസ്ഥിതികത്വവും ഒക്കെ പ്രസക്തമാവുകയാണ്. അവിടെ മാറിയിട്ട് അതിന് സമാന്തരമായ മറ്റൊരു ലോകം, അവിടെ ബാഹ്യലോകത്തിന്റെ കണക്കുകൂട്ടലുകളൊന്നുമില്ല. ഭാവനയും പ്രണയവും ജീവിതത്തിന്റെ സ്വപ്നങ്ങളും ഒക്കെയാണ് അവിടെ, ഏകാന്തതയും ഒക്കെയാണ്. അപ്പൊ ഈ ബാഹ്യലോകത്തിന് സമാന്തരമായ മറ്റൊരു ജീവിതത്തെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നുള്ള ആത്മപ്രലാപങ്ങളാണ്, ആത്മസംഭാഷണങ്ങളാണ്, അവനവന്റെ മന്ത്രോച്ചാരണങ്ങൾ പോലെ പുറത്തു വരുന്നത്. അതാണ് പ്രണയം. ഇവിടെ നോക്കൂ, ഗാഠ പ്രണയത്തെ ത്യജിച്ച സുന്ദരിക്ക് കാത് മുറിച്ചു നൽകി ആരാണ്? വാൻ ഗോഗാണ്. ലോക പ്രശസ്ത ചിത്രകാരനായ സൂര്യകാന്തി പാടം പോലുള്ള ചിത്രങ്ങളൊക്കെ വരച്ച വാൻ ഗോഗ്. ആ വാൻ ഗോഗ് കഥാപാത്രം ഈ കവിതയിൽ കടന്നു വരികയാണ്. വാൻ ഗോഗിന്റെ വർണ്ണ സങ്കരങ്ങൾ നിറഞ്ഞ മഞ്ഞ കളറൊക്കെ എങ്ങനെയാ, എത്ര വിദഗ്ധമായിട്ടാണ് വാൻ ഗോഗ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ പ്രണയിനിക്ക് സ്വന്തം ചെവി അറുത്തു നൽകുന്ന കാമുകനായിരുന്നു വാൻ ഗോഗ്. വാൻ ഗോഗ് തന്റെ ചെവി കാമുകിക്ക് മുറിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഗാഠ പ്രണയത്തെ ത്യജിച്ച സുന്ദരിക്ക് കാത് മുറിച്ചു നൽകി ഇറ്റുവീണ ചോരയിൽ പ്രണയത്തിന്റെ നിറം തിരിച്ചറിയാതെ പോയ പ്രേമഭാജനം. ഒടുവിൽ ആ ക്യാൻവാസിൽ ചിതറിത്തെറിച്ച ഹൃദയ രക്തത്തിൽ നിന്റെ പ്രണയവും 1000 സൂര്യകാന്തി പൂക്കളും. സൂര്യകാന്തി പാടം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. വാൻ ഗോഗിന്റെ ചിത്രങ്ങൾ, ചിത്ര പരമ്പരകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. കേവലം 2 പ്രണയികൾ തമ്മിലുള്ള ആത്മഭാഷണം, ഏകാന്തതയിലാണല്ലോ ഈ ഭാഷണങ്ങൾ ഉടലെടുക്കുന്നത്. ഒരിക്കലും പ്രണയിനിയുമായിട്ടുള്ള നേരിട്ട് സമീപത്തിരുന്ന് സംസാരിക്കുന്നതല്ല, പ്രണയിനിയുടെ അഭാവത്തിലാണ് ഏകാന്തതയിലിരുന്ന് അയാൾ സംഭാഷണം നടത്തുകയാണ് കാമുകിയോട്. നമുക്കറിയാം, കാളിദാസന്റെ മേഘ സന്ദേശം നമുക്കറിഞ്ഞൂടെ? മേഘത്തിന്റെ കയ്യിൽ സന്ദേശം കൊടുത്തുകൊണ്ടാണ് കാമുകിക്ക് കൊടുക്കാനായിട്ട്. അതിനാണ് കാളിദാസൻ അവതരിപ്പിച്ചത്. എല്ലാ കാലത്തെയും പ്രണയിനികൾ അങ്ങനെയാണ്. അവർക്ക് ഏതെങ്കിലും ഒന്നുമില്ല, അവരുടെ മനസ്സുകൊണ്ടുള്ള സഞ്ചാരമാണ്. അതിനെയൊക്കെയാണ് ആവിഷ്കരിക്കുന്നത്. ഇവിടെ വാൻ ഗോഗ്, നീ അറിഞ്ഞോ, നിന്റെ പ്രണയവും ഭ്രാന്തും ചാലിച്ച നിറക്കൂട്ടൽ 1000 നക്ഷത്രങ്ങളിൽ
മഞ്ഞ വെളിച്ചത്തിന്റെ സൂര്യകാന്തികൾ പൂത്തു എന്നൊക്കെ ഒരു കാമുകിയോട് പറയുന്ന അവസ്ഥയാണ്. പ്രണയത്തെക്കുറിച്ചുള്ള ഇത്രയും കവിതകൾ മാത്രം ഞാൻ പരാമർശിച്ചു. അടുത്ത വിരഹം. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിരഹം എന്ന ആ വിഭാഗത്തിലെ കവിതകളാണ്. ഓർമ്മകൾക്കാകുമോ കടലാസിൽ മുഖം ചേർത്ത് മഷി പറ്റിയ അക്ഷരങ്ങളിൽ നിന്റെ മണം തിരഞ്ഞപ്പോൾ ഇലഞ്ഞിച്ചോട്ടിലെ നനഞ്ഞ മണ്ണ് മറവിയിലെ ഓർമ്മയെ തെളിയിച്ചു. ഇന്നും ഉറവ പറ്റാത്ത പ്രണയത്തിന്റെ ഇലഞ്ഞി പൂമണം അറിയുന്നു എന്നൊക്കെ എത്രയോ ഗ്രാമ്യ വികാരങ്ങളെ, ഭാഷയ്ക്ക് അപ്പുറം ഗ്രാമ്യ ബിംബങ്ങളും അല്ലെങ്കിൽ ഗ്രാമ്യ ഭാഷയുടെ വികാരത്തെ ഉണർത്തിക്കൊണ്ട് കവിതയിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, ഈ ഇതിനു മുൻപൊക്കെയുള്ള കവിതകളിൽ, ഈ ആധുനികതയുടെ കാലത്ത് ചുള്ളിക്കാടിൻ്റെയൊക്കെ, ബാലേന്ദ്ര ചുള്ളിക്കാടിൻ്റെയൊക്കെ ഈ പ്രണയ കവിതകളിൽ ഈ എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും, അതായത് കാമുകന്റെ എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ ദുരിതങ്ങൾക്കും കാരണം കാമുകിയാണ് എന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു. നിർത്തോ ചിലക്കൽ നിനക്കെന്ത് വേണമെൻ ദുഃഖങ്ങളോ ഭണം നീർത്ത പുല്ലിംഗമോ. സ്ത്രീ വിരുദ്ധമായ വരികളാണ്. ഒരു കാമുകിയാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ല. നിർത്തോ ചിലക്കൽ നിനക്കെന്തു വേണമെൻ ദുഃഖങ്ങളോ ഭണം നീർത്ത പുല്ലിംഗമോ. ഇന്നാണെങ്കിൽ കേസ് എടുക്കേണ്ട സംഭവമാണത്. ഇങ്ങനെയൊക്കെ പ്രണയത്തെ സമീപിച്ച ഒരു കാലത്തിന് ശേഷം ഇതിനകത്ത് ഒരു കവിത പോലും കാമുകിയെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരിക്കൽ പോലും എൻ്റെ ദുഃഖങ്ങൾക്കോ എൻ്റെ ഒറ്റപ്പെടലിനോ കാരണം നീയാണെന്ന് പറയുന്നില്ല. ഇതൊരു വലിയ മാറ്റമാണ്. ആധുനികതയുടെ അവസാന കാലത്ത് നിന്ന് ഇതിലേക്ക് എത്തിച്ചേരുമ്പോഴുള്ള മാറ്റമാണ്. അപ്പോൾ അങ്ങനെ ഇത് സമീപനത്തിന്റെ മാറ്റം കൂടിയാണ്. കാലങ്ങളുടെയും സമീപനത്തിന്റെയും എഴുത്തിന്റെയും മാറ്റം കൂടിയാണ്. ഇപ്പം ശിവകുമാർ സാറിന്റെ പ്രണയത്തിന്റെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കാത്ത കവിതയുടെ ജെസ്സി നമുക്കറിയാം. അതില് ഈ കുറ്റപ്പെടുത്തലല്ല, അത് ഈ പ്രണയത്തിന്റെ ഒരു വല്ലാത്ത ആവിഷ്കാരമായിട്ടാണ് വരുന്നത്. ഇവിടെ വളരെ നൈസർഗികമായിട്ട് പറഞ്ഞു പോവുകയാണ് പ്രണയത്തിന്റെ. തണുത്തുറഞ്ഞതിന്റെ ഞരമ്പുകളിൽ വേരോടിയത് കൊണ്ടാകാം കബറിടത്തിൽ തഴച്ചു വളർന്ന മൈലാഞ്ചി ചെടി ചതച്ചപ്പോൾ ഇത്ര ചുവപ്പ് നിന്റെ രക്തത്തിന്റെ ചുവപ്പ്. ഇവിടെ പ്രണയിനി മരിച്ചുപോയ പ്രണയിനിയുടെ സാന്നിധ്യം മൈലാഞ്ചിയുടെ ചുവപ്പിലേക്ക് സംക്രമിക്കുകയാണ്. വേരിലൂടെ, തണ്ടിലൂടെ, ഇലകളിലൂടെ അത് കടന്നെത്തുന്ന ഒരു സഞ്ചാര ലോകം ഈ പ്രണയത്തിലൂടെ ആവിഷ്കരിക്കാൻ കണ്ണന് കഴിയുന്നുണ്ട്. അങ്ങനെ ശരത്കാലത്തിലെ ഇലകൾ അനന്തമാം നിശബ്ദതയിലേക്ക്. ഈ വാക്കുകൾക്ക് പോലും മൗനത്തിന്റെയും നിശബ്ദതയുടെയും ഒരു ലോകമുണ്ട്. അനന്തത സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ നിശബ്ദമായൊരു സാന്നിധ്യം ഉണ്ടാക്കുകയാണ്. അനന്തമാം നിശബ്ദതയിലേക്ക് മുന്നേ കടന്നുപോയ ശബ്ദം, അവിടെ കടന്നുപോയ നിശബ്ദതയിലേക്ക് കടന്നുപോയത് ശബ്ദമാണ്. അത് വാക്കുകളെ തുന്നിക്കെട്ടി മൗനത്തിന്റെ ഒരു വല്ലാത്ത ലോകം ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കവിക്ക് കഴിയുന്നു. പിന്നെയുള്ളത് പ്രണയം ഓർമ്മയാണെങ്കിൽ മറവിയിൽ അവർ പുനർജനിക്കട്ടെ. ഇത് പ്രണയം ഒരേ സമയം ആത്മസമർപ്പണമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ പ്രണയം ഒരു തലമുറ കൊണ്ട് തീരുന്നില്ല. പ്രണയത്തിന് മരണമില്ല. ഒരു തലമുറ അവസാനിച്ചിട്ട് അടുത്ത തലമുറകളിലേക്ക് സഞ്ചരിക്കുന്നതാണ് പ്രണയത്തിന്റെ ഒരു പ്രത്യേകത. ജന്മ പരമ്പരകളിലൂടെ സഞ്ചരിക്കുന്നതാണ് പ്രണയം. അങ്ങനെയുള്ള പ്രണയത്തിന്റെ ഇവിടെ മരണത്തോടെ അവസാനിക്കാതെ അതിനെ പുനർജനിയായിട്ട് കൂടി കാണുന്നു. ആ പ്രണയം പുനർജനിച്ചു വരട്ടെ എന്നാണ് പറയുന്നത്. രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു എന്നെഴുതി ഒക്ടോവിയോ പാസാണ്, നോബൽ സമ്മാനം ലഭിച്ച ഒക്ടോവിയോ പാസാണ് രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു എന്ന് എഴുതിയത്. ആ ലോകം മാറുന്നത് എങ്ങനെയാണോ ആ സർഗക്രിയ തന്നെയാണ് പ്രണയത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ആ ഒരു ലോകക്രമത്തെയാണ് പ്രണയത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. പകൽ മൂടിയ ഇരുട്ടിൽ ഇനി രൂപങ്ങളില്ല, നിഴലുകളില്ല. രൂപങ്ങളും നിഴലുകളും ഒക്കെ അസ്തമിച്ചു പോയ ഏകാന്തതയുടെ ഒരു വലിയ തുരുത്തിൽ ഇരുന്നുകൊണ്ട് അയാൾ ഇങ്ങനെയുള്ള ഒരു ലോകത്തെ കൊണ്ടുവരുന്നു കവിതയിലൂടെ. ഓർമ്മകളുടെ മൺകൂനയിൽ തീരത്തിന് ബാക്കിയായത് മായാത്ത മുദ്രയിൽ വറ്റിത്തീർന്ന പ്രാണന്റെ ഒരു പിടി ഉപ്പ്. പ്രാണൻ വെച്ചിട്ടാണ് സത്യം ചെയ്യുക. പ്രണയിനിയോട് പറയുമ്പോൾ പ്രാണന്റെ ആത്മാർത്ഥതയിൽ നിന്ന്, അതിന്റെ പിടച്ചിലിൽ നിന്നാണ് സംസാരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. പ്രണയത്തിന് പലപ്പോഴും ഈ സമാനതകൾ ഉണ്ടാകാം. പല എഴുത്തുകാരുടെ വിലക്കൂ വെളിച്ചവും അപ്പവും എന്നാലും പിൻവലിക്കാതിരിക്കാ നിൻ പുഞ്ചിരി ഒരിക്കലും. നിരൂപതയുടെ വരിയാണ് യുവർ ലാഫർ എന്ന് പറയുന്ന ആ കവിതയിൽ പറയുന്നത്. നിന്റെ ചിരി ഭൂഖണ്ഡാന്തരങ്ങളിലേക്ക് വ്യാപിക്കട്ടെ എന്ന് നിരൂപത ഭാവന ചെയ്യുന്നത്. ചിരിക്കൂ ഭൂഖണ്ഡങ്ങൾ മുഴുക്കെ പടരുന്ന വീതിയിൽ മുഴുവനും ചിരിക്കൂ 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 എന്ന് നിരൂപത പറയുന്നുണ്ട്. കാമുകിയുടെ ചിരിയാണ്.
അപ്പോൾ ലോകത്തെ എല്ലാ പ്രതിഭാസമ്പന്നന്മാരായ കവികളും പ്രണയത്തെ അതിന്റെ മാന്ത്രിക സിദ്ധിയോടെ ആവിഷ്കരിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറയുടെ ഏറ്റവും പുതിയ കവിതയുടെ ഭാഷാ പ്രയോഗങ്ങളിലൂടെ, പ്രണയാവിഷ്കാരങ്ങളിലൂടെ മുൻപേ പോയതിന്റെ ഒന്നും യാതൊരു സ്വാധീനവുമില്ലാതെ കണ്ണൻ ഈ കവിതകളിലൂടെ മറ്റൊരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കണ്ണന് കഴിയുന്നു. പാതയോരത്ത മുള്ളുകൾ എത്ര ആഴ്ന്നിറങ്ങിയാലും ഈ വാക്കുകളുടെ അത്ര വേദനയുണ്ടാവില്ല. യാത്രാമൊഴി എന്ന വാക്ക് സൃഷ്ടിക്കുന്ന വേദന, പാതയോരത്തെ മുള്ളുകൾ നമ്മളിലേക്ക് തുളച്ചിറങ്ങുമ്പോഴുണ്ടാകുന്നതിനേക്കാളും വലിയ വേദനയാണ്. ഇതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുമ്പോൾ ജീവിതത്തോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്, അടങ്ങാത്ത ആസക്തിയാണ്. ഈ ജീവിതത്തോടുള്ള ആസക്തിയിൽ നിന്നാണ് ഈ പ്രണയം ഉണ്ടാകുന്നത്. ലോകത്തോട് മുഴുവൻ നമുക്ക് സ്നേഹം തോന്നുന്നത് അങ്ങനെയാണ്. അതാണ് പറയുന്നത്, കണ്ണുകൾ പൂട്ടി അടച്ചിട്ടും ഇമകൾ ചലിച്ചത് നിന്റെ കാഴ്ചകളിലേക്കാണ്. ഒരേ കാഴ്ചകൾ 2-4 കണ്ണുകളിലൂടെ കാണുന്നതാണ്. രണ്ടുപേർ ഒരേ കാഴ്ചകൾ ഒരുപോലെ സങ്കല്പിക്കുന്നു, കാണുന്നു. അതാണ് പ്രണയം. കാമുകന്റെ കാഴ്ചകൾ എത്തുന്നത് കാമുകിയിലേക്കാണ്, അവളുടെ സങ്കല്പങ്ങളിലേക്കാണ്, അവളുടെ സൗന്ദര്യത്തിലേക്കാണ്, അവളുടെ സ്വത്വത്തിലേക്കാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഈ വിരഹത്തെ കുറിച്ചുള്ള ഇത്രയും കവിതകൾ മാത്രം ഞാനിവിടെ പരാമർശിക്കും. അടുത്തെന്ന് പറയുമ്പോൾ കലാപമാണ്, പരസ്പര വിരുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല. നെരൂദയെ പോലുള്ള കവികളൊക്കെ ഒരേ സമയം വിപ്ലവവും പ്രണയവും കൊണ്ടുവന്നവരാണ്. മതിമറന്ന് ഈ രാത്രിയാകും എനിക്കേറ്റവും ദുഃഖഭരിതമായ പദങ്ങൾ കുറിക്കുവാൻ എന്നെഴുതിയ ആളാണ്. കഴിയുമീ രാവ് എനിക്കേറ്റവും ദുഃഖഭരിതമായ വരികൾ എഴുതുവാൻ എന്ന് എഴുതിയ നെരൂദ അതേസമയം തന്നെ പിനാഷെ ഭരണകൂടത്തിന്റെ ചെയ്തികൾക്കെതിരെ അതിശക്തമായ കം ആൻഡ് സീ ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ്, വരൂ ഈ തെരുവിലെ ചോര കാണൂ, ഈ തെരുവിലെ ചോര എന്ന് പാടിയ കവിയാണ്. ഐ ആം സാഡ് ആൻഡ് ഐ ആം ട്രാവലിംഗ് ആൻഡ് നോ ദെയർ ആൻഡ് ഐ ആം സാഡ് എന്നൊക്കെ പാടിയ വലിയ മഹാനായ കവിയാണ്. പ്രണയത്തെ ഇത്രമാത്രം തീക്ഷ്ണമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിലെ ഏറ്റവും ഈ വിരഹത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കവിത ഈ ടൈറ്റിൽ കവിത തന്നെയാണ്, ജാലകമില്ലാത്ത ഒറ്റവാതിൽ മുറി. ഞാൻ ഏറ്റവും നല്ല കവിത എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട കവിത എന്ന നിലയ്ക്കാണ്. മറിച്ച് ഒരു കവിത ഇന്ന കവിത നല്ലത്, ഇന്ന കവിത മോശം എന്നൊന്നും ഒരാൾക്കും തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു തിയറി തന്നെ ലോകത്തുണ്ടായിട്ടുണ്ട്. ഒരു കൃതിയുടെ വായന അനിശ്ചിതമായി നീട്ടിവയ്ക്കപ്പെടുന്നു എന്ന് പറയുന്ന ദരിദ്രയുടെ ഒരു വലിയ തിയറി തന്നെയുണ്ട്. ഒരു കൃതി വായിച്ച് അവസാനിപ്പിക്കുന്നിടത്തുനിന്ന് പുതിയൊരു വായന തുടങ്ങുകയാണ്. ഓരോ കൃതിക്കും ഓരോ കവിതയ്ക്കും ഓരോ കാലത്തും ഓരോ വായനയാണുള്ളത്. നമ്മളിപ്പോൾ വായിച്ചടച്ചു വയ്ക്കുന്ന രീതിയിലല്ല പിന്നാലെ വരുന്ന ആളുകൾ അതേ കൃതികൾ വായിക്കുന്നത്. പിന്നീട് കലാപത്തിൽ പ്രത്യക്ഷത്തിലുള്ള രാഷ്ട്രീയമാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചലനങ്ങൾ, പ്രതിഷേധങ്ങൾ, ഒരു അവസ്ഥകൾ കണ്ട് അതിലൊക്കെയുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഇടപെടലുകളാണ് ഈ കവിതകൾ. തീയും വാളും ജീവന് വിഴുങ്ങി, നിശ്വാസത്തിൽ ഭീകരത, തെരുവിൽ ചോര തളം കെട്ടി, മനുഷ്യമാംസം കരിഞ്ഞ ഗന്ധം എവിടെയും പരക്കുന്നു എന്ന് നമ്മുടെ സമൂഹത്തിന്റെ തിന്മകളെ നോക്കി പറയുകയാണ് കവി. നമ്മൾ അത്ഭുതപ്പെട്ടു. ഈ പ്രണയത്തിന്റെ ഈ ദൗർബല്യങ്ങളും സ്വപ്നങ്ങളും ഏകാന്തതയും എല്ലാം ആവിഷ്കരിക്കുന്ന ഒരു കവിക്ക് ഇത്ര തീക്ഷ്ണതയോടെ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ കഴിയുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, എപ്പോഴും നമുക്കൊരു രാഷ്ട്രീയ കവിത എഴുതാൻ രാഷ്ട്രീയ കാഴ്ചപ്പാട് ആവശ്യമാണ്. പക്ഷേ അതിനകത്ത് ഒരാൾക്ക് വിലയിരുത്താൻ എളുപ്പവും രാഷ്ട്രീയ കവിതകളായിരിക്കും. അതിനകത്ത് പ്രത്യക്ഷത്തിൽ പ്രമേയം ഉണ്ടാകും. ആ പ്രമേയം രാഷ്ട്രീയമാണ്, നമുക്കെല്ലാം അറിയുന്ന രാഷ്ട്രീയം കൂടിയായിരിക്കും. ഒരു കവിയുടെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ സമൂഹത്തെ കാണുന്ന കക്ഷി രാഷ്ട്രീയമല്ലല്ലോ. ആ കവി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന രാഷ്ട്രീയമാണ്. അയാൾ ലോകത്തെ നോക്കി കാണുന്നതിലൂടെ അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കവിയുടെ രാഷ്ട്രീയം. ഇവിടെ പിന്നെ ഒരു പ്രണയ കവിതയിലൂടെ ആവിഷ്കരിക്കുന്ന അവസ്ഥകളാണ്, ജീവിതത്തിന്റെ അവസ്ഥകൾ, സ്വപ്നങ്ങൾ, നിരാശ, ഇതെല്ലാമാണ് ആവിഷ്കരിക്കുന്നത്. പക്ഷേ അതങ്ങോട്ട് വിലയിരുത്താൻ വലിയ പ്രയാസമായിരിക്കും. കാരണം അതിൽ പ്രത്യക്ഷത്തിൽ പ്രമേയമില്ല. ഈ പ്രമേയമുള്ളത് രാഷ്ട്രീയ കവിതകളിലാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ, സമകാല ഇന്ത്യയിൽ സംഭവിച്ച അനേക സംഭവങ്ങൾ, കഥാപാത്രങ്ങൾ ഈ രാഷ്ട്രീയ കലാപ കവിതകളിലേക്ക് വരുന്നുണ്ട്. ഒരു ചോദ്യം, യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു കവിതയിലാണ് കണ്ണൻ ചോദിക്കുന്നത്. ഒരു ചോദ്യം, എന്താണ് ഇവിടെ ബാക്കിയായത്? യുദ്ധത്തിന്റെ അവസാനം എന്താണ് ബാക്കിയായത്? ഒരേ ഒരുത്തരം, കണ്ണീരല്ലാതെ മറ്റെന്ത്? മഹാഭാരതം വായിച്ചടച്ചു വയ്ക്കുമ്പോഴും നമ്മുടെ മുൻപിൽ നമ്മൾ ഉയർത്തുന്ന ഒരു വലിയ ചോദ്യം, ഈ യുദ്ധം ബാക്കി വെച്ചത് എന്താണ്? ആരെന്ത് നേടി എന്ന ചോദ്യമാണ്. അനേകം അനാഥരായ കുഞ്ഞുങ്ങളും ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകളും
മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെയും ഒരു വലിയ ജീവിച്ചിരിക്കുന്ന ശവപ്പറമ്പായിട്ട് ഒരു രാജ്യം മൊത്തത്തിൽ മാറിപ്പോകുന്ന അവസ്ഥ. അവിടാണ് യുദ്ധം നിരർത്ഥകമാണെന്ന് വ്യാസൻ തന്നെ കണ്ടെത്തുന്നത്. യുദ്ധം നിരർത്ഥകമാണ്, ആരും ഒന്നും നേടുന്നില്ല. അത് ഏത് യുദ്ധവും നിരർത്ഥകമാണ്. മഹാഭാരതത്തിൽ അവസാനത്തെ കൂട്ടക്കൊലയിലാണല്ലോ ഇത് കലാശിക്കുന്നത്. ജയിച്ചവരെയും മുഴുവൻ ഒരു രാത്രി ചവിട്ടിക്കൊല്ലുകയാണല്ലോ. വളരെ നികൃഷ്ടമായ രീതിയിൽ കഴുത്തിൽ ചവിട്ടി ശ്വാസം മുട്ടിച്ചൊക്കെയാണ് ദൃഷ്ടദ്യുമ്നനെ പോലുള്ള സേനാനായകനെയൊക്കെ കൊന്നത്. അപ്പോൾ അതെല്ലാം യുദ്ധത്തിന്റെ അവസാന ഘട്ടമാണ്. അങ്ങനെ ഈ ചോദ്യം തന്നെ ഈ കവിതയിലൂടെ, യുദ്ധം എന്ന ചോദ്യത്തിലൂടെ കണ്ണനും ഉയർത്തുന്നു. ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. കാരണം കവിതകളെ കുറിച്ച് ഒരുപാട് പറയാൻ എനിക്കുണ്ട്. ഞാനിത് മുഴുവൻ വായിച്ചതാണ് എങ്കിലും അത് ഒരു വേദിയിൽ അത് ഉചിതമല്ല എന്ന് തോന്നുന്നതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഈ രാഷ്ട്രീയ കവിതകളും ഞാൻ അവിടെ നിർത്തുന്നു. അതിനുശേഷം മരണത്തെക്കുറിച്ചുള്ള കവിതകളും നമ്മളെ സ്പർശിക്കുന്ന കവിതകളാണ്. മരണം എല്ലാ എഴുത്തുകാരെയും യുദ്ധം പോലെ തന്നെ രാഷ്ട്രീയം പോലെ തന്നെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് മരണം നമ്മുടെ തൊട്ട് പുറകിലുണ്ട് എന്ന തിരിച്ചറിവാണ് എഴുത്തുകാരനെ പുതിയ ആവിഷ്കാരങ്ങളിലേക്ക് നയിക്കുന്നത്. അങ്ങനെയുള്ള മരണത്തിന്റെ സാന്നിധ്യം ഓരോ ശ്വാസത്തിലും ഉണ്ടെന്നറിയുമ്പോഴുണ്ടാകുന്ന ആവിഷ്കാരമാണ് മരണത്തെക്കുറിച്ചുള്ള കവിത. തുടിപ്പ് എന്ന ഒരു കവിത നോക്കൂ. ഒരു ഭ്രാന്ത് ചെവിയിൽ മൂടിയിട്ട് പറക്കുന്നു, കരളിന്റെ മുറിവുകളിൽ നിന്ന് ജീവൻ മുത്തിക്കുടിക്കുന്നു. ഇനി പൂർത്തിയാകാത്ത കവിതകളെ കനവുകൾ കാണണം, നിറമുള്ളവയെ തിരിച്ചു പിടിക്കണം. ചില്ലുകൾ ഉടഞ്ഞൊരു ഫ്രെയിമിലെ ദ്രവിച്ചൊരു ചിത്രമായി മാറിയേക്കാം. ചില്ലുകൾ ഉടഞ്ഞ ഒരു ഫ്രെയിമിലെ ദ്രവിച്ചൊരു ചിത്രമായി മാറിയേക്കാം. കവി യഥാർത്ഥത്തിലെ മരണത്തെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരില്ല. നമ്മൾ ഈ ചില വാക്കുകളിലൂടെ നമ്മൾ അതിലേക്ക് എത്തുകയാണ്. മങ്ങിയതെങ്കിലും നിറങ്ങളെ തിരിച്ചറിയാം, തണുപ്പ് കനക്കുന്നു ചിന്തകൾക്കും ഉടലിനും, ആകയാൽ നിങ്ങൾ മരിച്ചുപോയവന്റെ തുടിപ്പുകൾ കേൾക്കും എന്ന് മരണ കവിതകൾ അസ്ഥിമാടത്തിൽ വേറൊരു കവിതയുണ്ട്. അസ്ഥിമാടത്തിൽ നിന്റെ പ്രണയം തിരിയായി എരിയുക, നെഞ്ചകം നേറുമെങ്കിലും കേൾക്കണം ആ ഹൃദയമിടിപ്പ്, ഓർമ്മയുടെ അങ്ങേയറ്റം വരെയും തേങ്ങലിൻ ഉപ്പുനീർ തൊട്ട് ബലിച്ചോർ രുചിക്കണം, എഴുതി വയ്ക്കുക മൗനാക്ഷരങ്ങളിൽ ഇനി കവിതകൾ പൂക്കട്ടെ. മരണം സംഭവിക്കുന്നിടത്തും മരണത്തിന് ശേഷം ഈ കവിതകൾ പൂത്തുകൊണ്ടേയിരിക്കും. ഒരു കവി മരിക്കുന്നിടത്ത് അവസാനിക്കുന്നില്ലല്ലോ. അവിടെയാണ് ഈ കവിതയുടെ ഒരു വലിയ മഹത്വം എന്ന് പറയുന്നത്. ഇതിലെ അവസാനത്തെ ചില ചെറിയ ചെറിയ വരികളുടെ മനോഹരമായ കവിതകളുണ്ട്. 2 വരിയാണ്ട് 5-6 വരികൾ എന്നാണ് അതിന്റെ ടൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ചെറു നിമിഷങ്ങളെ തിരികെ തരൂ ആ പുഞ്ചിരികളെ തട്ടിത്തെറിപ്പിച്ച് അടർത്തിടാതെ. ചെറു നിമിഷങ്ങളെ തിരികെ തരൂ ആ പുഞ്ചിരികളെ എനിക്ക് തരൂ. ചെറിയ നിമിഷങ്ങളെ അതിനെ നിങ്ങൾ തട്ടിത്തെറിപ്പിച്ച് അടർത്തി മാറ്റാതെ എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായ കവിതയാണത്. എത്തിപ്പിടിച്ചതും നഷ്ടപ്പെടുത്തിയതും ആ നിമിഷങ്ങളെ സാക്ഷിയാകൂ. ഈ അടയാളപ്പെടുത്തലുകൾക്ക് അവനവനെ ആവിഷ്കരിക്കാനുള്ള ഉപാധികളാക്കി മാറ്റുന്ന, അവനവന്റെ ഉള്ളിനെ തുറന്നു കാണിക്കാനുള്ള, സൗന്ദര്യാത്മകമായി തുറന്നു കാണിക്കുകയാണ് കവിത. അങ്ങനെ തുറന്നു കാണിക്കാനുള്ള, എത്തിപ്പിടിച്ചതും നഷ്ടപ്പെടുത്തിയതും ആ നിമിഷങ്ങളെ സാക്ഷിയാകൂ. ഈ അടയാളപ്പെടുത്തലുകൾക്ക് എന്ന് നിന്നെ നോവിക്കാതിരിക്കാൻ തോന്നിത്തുടങ്ങുന്ന നിമിഷം എന്നിൽ ജനിക്കുന്നു പ്രണയം. എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ പ്രണയം ഉണ്ടാകുന്നത്? എനിക്ക് നിന്നെ നോവിക്കാൻ തോന്നാതെ ഇരിക്കുന്ന നിമിഷത്തിലാണ്. നിന്നെ വേദനിപ്പിച്ചാൽ എനിക്ക് നിന്നോട് പ്രണയമില്ല. പക്ഷെ നിന്നെ എപ്പോഴാണോ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നത്, ആ നിമിഷത്തിലാണ് എനിക്ക് നിന്നോട് പ്രണയം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഈ നിമിഷങ്ങൾ നഷ്ടമാകുന്നതാണ് എൻ്റെ ഭയം. അനിശ്ചിതത്വമാണ്, ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിന്റെ മുനമ്പിൽ നിന്നിട്ടാണ് പറയുന്നത്. ഈ നിമിഷങ്ങൾ നഷ്ടമാകുന്നതാണ് എൻ്റെ ഭയം. ഈ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന. കാരണം ഓർമ്മകൾക്ക് ഒരു ഉറപ്പുമില്ല, നിലനിൽക്കുമെന്ന്. അതിപ്പോൾ വേണമെങ്കിലും നിന്നെക്കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകൾ എപ്പോൾ വേണമെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നാണ്. അതുകൊണ്ട് ആ നിമിഷങ്ങളെ ഇവിടെ നിലനിർത്തൂ എന്നാണ്. ജീവിതം എന്ന് പറയുന്ന അനിശ്ചിതത്വം നിറഞ്ഞതാണ്. നമുക്കറിയാം, ആശാനൊക്കെ പാടിയിട്ടുണ്ടല്ലോ, കരുതുവതിക ചെയ്യവയ്യ, ചെയ്യാൻ പരിധി ലഭിച്ചതിൽ നിന്നിടാ വിചാരം, പരമഹിതം അറിഞ്ഞുകൂടാ ആയു സ്ഥിരതയുമില്ല, അതീ നിന്ദ്യമീ നരത്വം. മനുഷ്യത്വത്തെ തന്നെ ശപിക്കുകയാണ്.
ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അഥവാ ചെയ്യാനായിട്ട് വിചാരിച്ച് അത് ചെയ്യാൻ തുടങ്ങുമ്പോഴോ അതിന്റെ പരിധിക്ക് ഇനി ഏതാണിത് ഗുണപ്രദമായി മാറുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ജീവിതത്തെ രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ട് ശപിക്കാനേ പറ്റൂ. ഹാ നിന്ദ്യമീ നരത്തും എന്ന ആശാനെ പോലുള്ള ഏറ്റവും വലിയ പ്രണയത്തെ ആഴത്തിൽ ആവിഷ്കരിച്ച കവികൾ വരെ പറഞ്ഞു പോയതാണ്. ജീവിതം ഒരിക്കലും നമുക്ക് പൂർണ്ണമായും തിരിച്ചറിയാൻ പറ്റില്ല, വഴങ്ങുന്നതല്ല, അത് എന്താണെന്ന് ആർക്കും പ്രവചിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഈ ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കവിത എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്ദേഹങ്ങൾ നിറഞ്ഞൊരു കാലം. ആ സന്ദേഹമാണ് ഈ കവിയുടെ മുമ്പിലുള്ളത്. ഈ സന്ദേഹങ്ങളെയാണ് അപ്പോഴപ്പോൾ തോന്നുന്ന ഈ സന്ദേഹങ്ങളെ സൗന്ദര്യാത്മകമായിട്ട് ഈസ്തറ്റിക്കലായിട്ട് അവതരിപ്പിക്കുക എന്നതാണ് ഒരു കവിയുടെ ഏറ്റവും വലിയ ദൗത്യം. അല്ലാതെ ഒരു കവിക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ പറ്റും, മനസ്സിനെ മാറ്റിമറിക്കാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാനം സമകാലികമായ ഒരു ഭാഷ ഉണ്ടാക്കുക. ആ ഭാഷയോട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഷ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഭാഷ, നമ്മുടെ പരിസര ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കവിത എഴുതുക. അത് കണ്ണൻദാസ് അക്കാര്യത്തിൽ വളരെ വിജയിച്ചിരിക്കുകയാണ്. കുറ്റി കരിച്ച് കിളച്ച് മറിച്ചതും എന്ന് ശ്രീകുമാർ സാറിനുണ്ട്. കേരളത്തിൽ കുറ്റി കരിച്ചു കിളച്ചു മറിച്ചതും, അവിടെ ഒരു വാക്ക് പോലും ബിംബങ്ങളില്ല. കുറ്റി കരിച്ച് കിളച്ച് മറിച്ച് എല്ലാം ക്രിയാപദങ്ങളാണ്. ക്രിയാപദങ്ങളുടെ ശയ്യ ഒരുക്കിക്കൊണ്ടാണ്. വിത്തു വിതച്ചതും വേള പറിച്ചതും ഞാൻ ഈ കീഴാളൻ എന്ന് പറയുമ്പോൾ ഏറ്റവും സമകാലികമായ സംഭാഷണ ഭാഷ കൊണ്ട് കവിതയെ സമീപിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മാറ്റം ഏറ്റവും ഓപ്പൺ പോയിട്രി എന്ന് പറയുന്ന ഒരവസ്ഥയുടെ തലത്തിലേക്ക് എത്തിക്കുവാൻ കണ്ണന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പുസ്തകം എനിക്ക് വളരെ ആഹ്ലാദം, വായനയിൽ എനിക്ക് വളരെ ആഹ്ലാദം തന്ന പുസ്തകമാണ്. ഇനിയും എനിക്ക് ഇതിനകത്തെ പല കവിതകളും ആവർത്തിച്ച് വായിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അത് ആവർത്തിച്ച് വായിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കവിതകളാണ്. അങ്ങനെ ഒരു സാധ്യത സൃഷ്ടിക്കുക എന്നത് ആദ്യ സമാഹാരത്തിൽ ഒരാൾക്ക് അങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്നത് നിസ്സാരമല്ല. അങ്ങനെ ഒരു സാധ്യത സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിന്റെ മഹത്വം. നമ്മൾ ഒരു കവിത വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നേ വരെ വായിച്ചതും കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ എല്ലാ അറിവുകളുടെയും ഇങ്ങേയറ്റത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഒരു പുതിയ കവിയെ വായിക്കുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും നമ്മളെ തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല എന്ന് ഞാൻ പറയാം. കാരണം നമ്മൾ എത്രയോ കവിതകൾ നമ്മൾ വായിച്ച്, എത്രയോ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിരിക്കുന്നു. ഇതിന്റെ അനുഭവത്തിൽ ഈ ഒരു വലിയ അനുഭവങ്ങളുടെ ശേഖരം വായനക്കാരന്റെ ഉള്ളിലുണ്ട്. പലപ്പോഴും കവികളെക്കാളും എഴുത്തുകാരെക്കാളും വളരെ സർഗാത്മക ശേഷിയുള്ളവർ വായനക്കാരായിരിക്കും. അങ്ങനെ നമ്മളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നു എന്നത് ഈ പുസ്തകത്തിന്റെ ഒരു വലിയ മഹത്വമായി കഴിയുന്നു ഞാൻ കരുതുന്നു. കണ്ണൻ എസ് ദാസിന് എന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഏറ്റവും വലിയ നമസ്കാരം. വളരെ സന്തോഷത്തോടെ മാതാപിതാക്കളടക്കമുള്ള ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം സാന്നിധ്യത്തിൽ മലയാളത്തിലെ ഏറ്റവും പുതിയ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എഴുതുക എന്ന പ്രധാനപ്പെട്ട പ്രവൃത്തി കവി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രസിദ്ധീകരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട അടുത്ത പ്രവൃത്തി ധ്വനി ബുക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെയ്യാവുന്നത് നമ്മളാണ് ഈ പുസ്തകം വായിക്കുക എന്നതാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മൾ ഈ പുസ്തകം വാങ്ങുകയും വായിക്കുകയും ചെയ്യണം. മലയാളത്തിൽ കവിത എഴുതുകയും കവിതയെക്കുറിച്ച് വലിയ ചിന്തകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കവിയാണ് സജീവ് കുമാർ. അദ്ദേഹം വളരെ വിശദമായി ഈ പുസ്തകത്തിലെ കവിതകളെക്കുറിച്ച് ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വിശദമായ ഒരു സംഭാഷണം വാസ്തവത്തിൽ ആവശ്യമില്ല. ഈ ലൈബ്രറിയിൽ വരാൻ കഴിഞ്ഞത് ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞത് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. എനിക്കുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ അപൂർവതയുള്ള ഒരു ലൈബ്രറിയാണ് ഇത്, സത്യവാൻ സ്മാരക ലൈബ്രറി. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഓർമ്മിക്കേണ്ടി ഉണ്ടാക്കിയ ലൈബ്രറി. കേരള പോലീസ് അസോസിയേഷൻ്റെ ഒരു മുഖപത്രമുണ്ട്, കാവൽ എന്ന മുഖപത്രം. ഈ കാവലിൻ്റെ പത്രാധിപരായിരുന്ന രാജൻ
പോലീസിൻ്റെ വിവിധ രീതികളെ സംബന്ധിച്ച് എഴുതിയൊരു പുസ്തകത്തിൽ ഈ ഗ്രന്ഥശാലയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സ്മാരകം ഉണ്ടാകുക സാധാരണയല്ല. ഒരാളിനെ നമ്മൾ ഓർമ്മിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രസ്ഥാനങ്ങളൊന്നും ഉണ്ടാക്കി ആരും ആദരിക്കത്തില്ല. കായംകുളത്ത് ജനിച്ച രണ്ടാളുകൾ, ഒന്ന് എസ് ഗുപ്തൻ നായരും ഒന്ന് കായംകുളം കൃഷ്ണയാണ്. എസ് ഗുപ്തൻ നായർ നമ്മളെല്ലാം ഓർമ്മിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടും കായംകുളം കൊച്ചുണ്ണി അത്ര പോസിറ്റീവ് അല്ലാതെയാണ്. കായംകുളം കൊച്ചിയുടെ സ്മാരകമായിട്ട് ലൈബ്രറി കായംകുളത്തോ കേരളത്തിലും ഇല്ല. ഗുപ്തൻ നായർ സാറിൻ്റെ പുസ്തകങ്ങൾ ഇപ്പോഴും ഈ ലൈബ്രറി അടക്കമുള്ള എല്ലാ ലൈബ്രറികളിലും അവൈലബിൾ ആണ്. അപ്പം സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരാളിൻ്റെ ഓർമ്മകൾ മാത്രമാണ് പ്രസക്തമായിട്ടുള്ളത്. ഞാൻ സാധാരണ ഈ ജന്മദിനം ആഘോഷിക്കുന്നതല്ല. ഈ ഫേസ്ബുക്കിലെ ഇതിനകത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം എന്നുള്ളത് കാരണം അത് കണ്ട് ചില വായനക്കാരൊക്കെ പായസം വെച്ചതിൽ കാണിക്കുന്നതല്ലാതെ എൻ്റെ വീട്ടിൽ ഈ ആഘോഷമില്ല. അതിനൊരു കാരണമുണ്ട്. ഏരിയാണ് നമ്മുടെ എല്ലാവരും ജനിക്കുന്നവരെ നമ്മൾ ജനിക്കുന്നു. പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് ജനന ദിവസത്തേക്കാൾ കുറച്ചുകൂടെ പ്രധാനപ്പെടുന്നത് മരണ ദിവസമാണ്. അങ്ങനെ ഒരു എന്താ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്തവർ മാത്രമേ നമ്മൾ ഓർമ്മിക്കാറുള്ളൂ. നമ്മളുടെ അച്ഛനമ്മമാരുടെ അപ്പൂപ്പന്മാരുടെയോ ഒന്നും ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഓർമ്മയില്ലെങ്കിലും ഒക്ടോബർ 2-ാം തീയതി മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണെന്ന് നമുക്കെല്ലാം അറിയാം. മഹാത്മാഗാന്ധി നമ്മുടെ നേരിട്ടുള്ള ബന്ധുവല്ല, പക്ഷെ അറിയാം. അത് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ സമൂഹത്തിന് സമർപ്പിച്ചുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയാണ് സത്യവാൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ ഓർമ്മിക്കുന്നത്. ഒരുപാട് റഫറൻസ് ഗ്രന്ഥങ്ങളുള്ള നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയാണ് ഇത് എന്ന് എനിക്കറിയാം. ആ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പുതിയ സമാഹാരത്തിൻ്റെ കാവ്യ സമാഹാരത്തിൻ്റെ പ്രകാശനം ഇവിടെ സംഭവിക്കുന്നത്. കവിതയിലെ ഒരു ഭാഗം, ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് ഒരു ഭാഗമുണ്ട്, പിന്നെ വിരഹമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. വിശദമായിട്ട് സജീവ് പറഞ്ഞു. അതിന് അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത് ഈ കവിയുടെ പൊളിറ്റിക്കൽ സമീപനമാണ്, രാഷ്ട്രീയ സമീപനമാണ്. പ്രണയത്തെക്കുറിച്ച് എഴുതാത്ത ഒരു കവിയുമില്ല. പ്രണയത്തെക്കുറിച്ച് മാത്രം പുസ്തകങ്ങളുണ്ട്. സജീവിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, പ്രണയ കവിതകൾ മാത്രമുള്ള ഒരു സമാഹാരമുണ്ട്. ഫേസ്ബുക്ക് തുറന്നാൽ പ്രണയ കവിതകളുടെ ബഹളമാണ്. അത് ആത്മാർത്ഥമായിട്ട് പ്രണയം അതിന് വേണം നിർബന്ധമൊന്നുമില്ല. കുറേ വരികളിങ്ങനെ സൃഷ്ടിക്കുക, അതിനോടൊപ്പം നീ എന്നോട് ചേർക്കുക. പ്രണയ കവിത നൊന്തെഴുതുന്ന അയ്യപ്പനൊക്കെ നൊന്തെഴുതിയതാണ്. അയ്യപ്പൻ്റെ പ്രണയ കവിതകൾ നൊന്തെഴുതിയ കവിതകളാണ്. ഇതങ്ങനെയല്ല. അടുത്ത 365 ദിവസം എല്ലാ ദിവസവും ഞാൻ ഓരോ പ്രണയ കവിതകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന പ്രണയ കവിതകൾ. 4 കവലയിൽ ഒരു പിയാനോ ഇരുന്ന് വെയിലുള്ളൂ, അത് നീയായിരുന്നു. വേദനയില്ല. അത് പിന്നെ ജെസ്സിയൻ ആദ്യമായിട്ട് എഴുതുന്നത് കടലാസ് എഴുതിയല്ല, അത് മുഴുവൻ എൻ്റെ മനസ്സിൽ എഴുതി വെച്ചിരുന്നു. മനസ്സിൽ നിന്ന് നേരിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കവിത ചൊല്ലുന്നത്. പിന്നെ ഞാൻ വാർദ്ധക്യത്തിൻ്റെ യൗവനകാലത്തായത് കാരണം അങ്ങനെ ചൊല്ലാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ ഒരു വേദന തീർച്ചയായിട്ടും അക്കാര്യത്തിലുണ്ടായിരുന്നു. ഏത് പ്രണയത്തിൻ്റെ പിന്നിൽ വേദനയുണ്ട്. പക്ഷേ അത് ഒരുപാട് പേര് അനുഭവിക്കുന്നതും പ്രണയവും മരണം ഒരുപാട് പേര് എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ പൊളിറ്റിക്കൽ രാഷ്ട്രീയ കവിതകൾ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. രാഷ്ട്രീയ കവിതകൾ വാസ്തവത്തിൽ എല്ലാ ഭാഷയിലും ആരംഭിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ്. കൊടികളും കൊടിയടയാളങ്ങളും ഉണ്ടാകുന്നതിന് മുൻപാണ് ഏത് ഭാഷയിലും രാഷ്ട്രീയ കവിതകൾ ഉണ്ടാകുന്നത്. അത് വേദനിക്കുന്നതിനോടൊപ്പം ഒരു കവിക്ക് നിൽക്കണം എന്നുള്ള ബോധം ഉണ്ടാകുന്ന സമയത്താണ്. അസമത്വങ്ങൾക്കെതിരെ സംസാരിക്കണം എന്നുള്ളൊരു ബോധം കവിക്ക് ഉണ്ടാകുന്ന സമയത്താണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എന്നാണ് രാഷ്ട്രീയ കവിതകൾ ഉണ്ടായത്? മലയാളത്തിൽ രാഷ്ട്രീയ കവിതകൾ ഉണ്ടാകുന്നത്
രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായതിനു ശേഷം അല്ല, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നും ഉണ്ടാകുന്നതിന് ശേഷമല്ല കേരളത്തിൽ രാഷ്ട്രീയ കവിത ഉണ്ടായത്. കൂർമ്മൻ എഴുത്തച്ഛൻ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. കൂർമ്മൻ എഴുത്തച്ഛനാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഐഡിയ മുമ്പോട്ട് വയ്ക്കുന്നത്, രാഷ്ട്രീയ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ആ രാഷ്ട്രീയ ആശയം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. നാങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോര, നീങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോര. പിന്നെ എന്തിനാണ് ഇടം വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത്. കൊത്തുക എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെട്ടുക എന്നുള്ള വാക്കാണ്. അവിടെ വെട്ടുക എന്ന് പറഞ്ഞാൽ പറയുന്നത്, വെട്ടുക എന്ന് പറഞ്ഞാൽ അതിന് ദുരർത്ഥമുണ്ട്. കൊത്തുക എന്ന് പറഞ്ഞാൽ ഈ വെട്ടുകത്തെ എടുത്ത് കൊത്തുക എന്ന് പറഞ്ഞാൽ വെട്ടുക. അപ്പോൾ എൻ്റെ ശരീരത്തെ കൊത്തി മുറിവേൽപ്പിച്ചാലും ചോരയാണ്, നിങ്ങളുടെ ശരീരത്തെ കൊത്തി മുറിവേൽപ്പിച്ചാലും ചോരയാണ്. പിന്നെ എന്താണ് നമ്മൾ തമ്മിൽ വ്യത്യാസം എന്ന് ചോദിക്കുന്നതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് വിവേചനത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. കൂർമ്മൻ എഴുത്തച്ഛൻ പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റം രൂപപ്പെടുത്തുന്ന സമയത്ത് കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നുമില്ല. പക്ഷെ പിൽക്കാലത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അസമത്വത്തിനെതിരെയുള്ള, അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള അസമത്വത്തിനെതിരെയുള്ള വലിയ ആശയപ്രപഞ്ചം ഈ കവിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. സാധാരണഗതിയിൽ പൂന്താനത്തെ നമ്മളെല്ലാം കാണുന്നത് ഭക്തകവിയായിട്ടാണ്. ഭക്തകവിയായ പൂന്താനം രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയം രസകരമാണ്. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്ത് ഒരു കൃമിയായി പിറക്കുന്നു. ഇതാണ് അദ്ദേഹം മുന്നോട്ട് ചെയ്യുന്ന രാഷ്ട്രീയം. ഒരു ദയവും കൂടാതെ പ്രജകളെ പീഡിപ്പിക്കുന്ന രാജാവെ നീ മരിച്ചതിന് ശേഷം ഒരു കൃമിയായിട്ട് മാറും. അതങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. പുനർജന്മം എന്ന സങ്കേതം ഉപയോഗിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ പുനർജന്മ വിശ്വാസിയല്ല, അതുകൊണ്ട് ഇത് സാഹിത്യത്തിലെ സങ്കേതം എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്ത് ഒരു കൃമിയായി പിറക്കുന്നു. പൂന്താനം മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സാണ്. മനുഷ്യനെ പീഡിപ്പിക്കാൻ പാടില്ല, നിർദ്ദയം പീഡിപ്പിക്കാൻ പാടില്ല, രാജാവാണെങ്കിൽ കൂടിയും. അങ്ങനെ രാജാവ് പീഡിപ്പിച്ചാൽ രാജാവിന് ഒരു ശിക്ഷയുണ്ട്. അത് അടുത്ത ജന്മം രാജാവ് കൃമിയായിട്ട് മാറുന്നതാണ്. ആളുകൾ ചവിട്ടി അരച്ച് കൊല്ലുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും രാജാവിനെ എന്ന മുന്നറിയിപ്പാണ് ഈ പുനർജന്മം എന്ന സാഹിത്യ സങ്കേതത്തിലൂടെ പൂന്താനം പറയുന്നത്. എഴുത്തച്ഛൻ പറഞ്ഞ രാഷ്ട്രീയമുണ്ട്. എഴുത്തച്ഛൻ പറഞ്ഞ രാഷ്ട്രീയം ഗാന്ധാരിയെ കൊണ്ടാണ്. ഗാന്ധാരിയെ കൊണ്ട് ദൈവത്തെ വിമർശിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ശ്രീകൃഷ്ണനെ അഭിമന്യുവിൻ മറ്റുമൊക്കെ മരിച്ചു കിടക്കുന്ന കണ്ടിട്ട്, അഭിമന്യുവിനെ കണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുന്നത്. അഭിമന്യൊക്കെ മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നതാണ്, ഈ കുട്ടിയെങ്കിലും നീ കാത്തുകൊള്ളാഞ്ഞതെന്ത്, ഈ കുട്ടിയെങ്കിലും നീ രക്ഷിക്കാഞ്ഞതെന്ത് കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. അമ്മയുടെ മനസ്സിൽ നിന്നും. അവരുടെ മകനല്ല, അർജുനന്റെ മകനാണ്, ശത്രുവിൻ്റെ മകനാണ്. ആ ശത്രുത്വം അർജുനനോട് ഗാന്ധാരിക്കില്ലായിരുന്നു, അഭിമന്യുവിനോട് തീരെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണനോട് ഗാന്ധാരി ആ ചോദ്യം ചോദിച്ചത്. കൊല്ലാതെ കൊള്ളാഞ്ഞത് എന്തവൻ തന്നെ നീ കൊല്ലിക്ക എത്രയേ നിനക്ക് രസമിടോ എന്ന് പറയുന്നത്. സാധാരണ ആരും ഒരു ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയില്ല. കൊല്ലുക എന്നുള്ളതാണ് നിന്റെ ഹോബി, കൊല്ലിക്കുക എന്നുള്ളതാണ് നിന്റെ ഹോബി, മനുഷ്യനെ കൊല്ലിക്കുക. വാസ്തവത്തിൽ റമീല ഥാപ്പർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ തേര് തെളിക്കുന്നത് കൃഷ്ണന് പകരം ശ്രീബുദ്ധനായിരുന്നെങ്കിൽ എന്നത് ആലോചിക്കാവുന്നതാണ്. ശ്രീബുദ്ധൻ തേര് തെളിച്ചാൽ യുദ്ധം ഉണ്ടാവില്ല. മോഹാത്സ്യപ്പെട്ടാൽ ഒക്കെ ഉണ്ടാവും. മോഹാത്സ്യപ്പെട്ട് കിടക്കുന്ന അർജുനെ വിളിച്ച് ഉണർത്തിയിട്ട് യുദ്ധം ചെയ്യണ്ട, അതാണ് നല്ല കാര്യം എന്ന് ഒരുപക്ഷെ ശ്രീബുദ്ധൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് വരും. പക്ഷെ ഭഗവത്ഗീത തന്നെ പറയുന്നത്, ഭഗവത്ഗീത ഏറ്റവും നന്നായിട്ട് വിശകലനം ചെയ്ത് പ്രസംഗിച്ചിട്ടുള്ള ഒരാൾ ചിന്മയാനന്ദനാണ്, സ്വാമി ചിന്മയാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഗീത പ്രഭാഷണം
ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ മോഹാലസ്യപ്പെട്ട് രണ്ട് സേനയുടെ നടുക്ക് കൊണ്ടുപോയി നിർത്തണം രഥം. കൃഷ്ണൻ അങ്ങനെ ചെയ്യുന്നു. അർജുനൻ നോക്കുമ്പോൾ എല്ലാവരും ബന്ധുക്കൾ, എല്ലാവരും കൂട്ടുകാർ. ഇത്രയും ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം കൊന്നതിന് ശേഷമാണോ എനിക്ക് രാജ്യം വേണ്ടത് എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഈ പാവം പിന്നെ മോഹാലസ്യപ്പെട്ട് വീണുപോയി, ബോധമില്ലാതെ വീണുപോയി. ചിന്മയാനന്ദൻ പറയുന്നത്, അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുൻ ടേക്ക് ദിസ് കൊക്കക്കോള ആൻഡ് ലിസൺ. അപ്പോൾ അർജുനനെ യുദ്ധം ചെയ്യാൻ വേണ്ടി കൃഷ്ണൻ കരുതി വെച്ചിരുന്നൊരു കൊക്കക്കോളയാണ് ഭഗവത്ഗീത. ഈ കൊക്കക്കോള അവിടെ കഴിച്ചോടുകൂടി അദ്ദേഹം അർജുന വീരനായി എല്ലാ ആളുകളെയും കൊല്ലാൻ ആരംഭിച്ചു. അതാണ് ശ്രീബുദ്ധനും കൃഷ്ണൻ തമ്മിലുള്ള വ്യത്യാസം. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് എഴുത്തച്ഛൻ, രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ഉദയം ചെയ്യുന്നതിന് മുൻപ് എഴുത്തച്ഛൻ ഗാന്ധാരി അമ്മയെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്ക് എത്രയേ നിനക്ക് രസമുണ്ടോ എന്നുള്ളത്. പിന്നീട് ഈ കവിതയിലെ രാഷ്ട്രീയത്തിൻ്റെ മഹാപ്രവാഹം ഉണ്ടാകും. ശങ്കുഴലൊക്കെ വരുന്ന സമയത്ത്, കുമാരനാശാനൊക്കെ വരുന്ന സമയത്ത് ഈ പൊളിറ്റിക്സ്, വരികൾക്കിടയിലെ പൊളിറ്റിക്സ്, പ്രത്യക്ഷമായും പരോക്ഷമായും ഉള്ള രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുമാരനാശാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ചോദ്യം ചോദിച്ചത്. ആ പ്രധാനപ്പെട്ട ഒരു ആശയം മലയാളത്തിന് മുമ്പിൽ വെച്ചത്. ആ ആശയം ഇതാണ്: നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ. പുലയന്മാരെന്ന് പറയുന്നത് നെല്ലിൻ്റെ ചുവട്ടിൽ മുളയ്ക്കുന്ന കാട്ടുപുല്ലല്ല. അത് രാഷ്ട്രീയമാണ്. ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന അംബേദ്കറിൻ്റെ വഴിയെ പോകുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കാൻ സാധ്യത അംബേദ്കറിൻ്റെ വഴിയെ പോകുന്ന പൊളിറ്റിക്സും കമ്മ്യൂണിസത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു പൊളിറ്റിക്സും കൂടി ചേരുമ്പോഴുണ്ടാകുന്നതായിരിക്കാം. ഇനിയത്തെ ഇന്ത്യ ആ രീതിയിലായിരിക്കും ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ നേരിടാൻ പോകുന്നത് എന്നാണ് ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആശാ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമാണത്. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധുപുലയൻ എന്നുള്ളത്. ഓരോരുത്തരും അതുപോലെയുള്ള ഉള്ളൂരിൻ്റെ ഒരു കവിതയില്ല. ആ കവിതയ്ക്കകത്ത് സതി നിർത്തലാക്കിയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. സതി നിർത്തലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ബ്രാഹ്മണന്മാർ സാഹിബിനെ പോയി കാണുന്നു. സാഹിബ് പറഞ്ഞ എന്താ കാര്യം? അത് ഞങ്ങളുടെ ആചാരമാണ്, നിർത്താൻ പാടില്ല. എന്താണ് നിങ്ങളുടെ ആചാരം? ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ എല്ലാവരുടെ കെട്ടി വരിഞ്ഞ് ചെതിയിലിട്ട് കൊല്ലുക, ഇതാണ് ആചാരം. അപ്പോൾ സാഹിബ് അകത്ത് പോയിട്ടൊരു തോക്കെടുത്തുകൊണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുക എന്നൊരു ആചാരം ബ്രിട്ടനിലുണ്ട്, അത് ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ളത്. അതോടുകൂടി അവരുടെ വാദം അവസാനിച്ചു എന്നാണ് ഉള്ളൂർ പറയുന്നത്. അതൊരു രാഷ്ട്രീയമാണ്. കവിതയിലൂടെ ഓരോ കവിയും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം, സജീവ സാന്നിധ്യം ഉണ്ടാകാതിരുന്ന കേരളത്തിൽ ഉള്ള രാഷ്ട്രീയമാണ്. പിന്നെ വരുമ്പോൾ ചങ്ങമ്പുഴയിലേക്ക് വരുന്ന സമയത്ത് ചങ്ങമ്പുഴ കാർലമാർക്സിനെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കവിത എഴുതിയിട്ടുണ്ട്. വാഴക്കുല കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കവിതയാണ്. അതിനകത്താണ് കരുവാടി കുട്ടന്മാർ എന്നുള്ള പ്രയോഗം ഉണ്ടാകുന്നത്. കരുവാടി കുട്ടൻ എന്നുള്ളത് കരുവാടിയിലെ കുട്ടനാണ് നമുക്കെല്ലാം അറിയാമെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് കരുവാടി കുട്ടന്മാർ എന്നുള്ള വാക്ക്. വല്ലാതെ വേദനിപ്പിച്ച, കേരളത്തെ വേദനിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കവിതയാണ് വാഴക്കുല എന്ന കവിത. ചുവന്ന ദശകങ്ങൾ ആരംഭിക്കുകയാണ്. KPജിയുടെ കവിത, TS തിരുമുമ്പിൻ്റെ കവിത, തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിത, വയലാർ രാമവർമ്മയുടെ കവിത, പുതുശ്ശേരി രാമേന്ദ്രൻ്റെ കവിത, പുനലൂർ ബാലൻ്റെ കവിത, അധ്യക്ഷൻ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞ കുരിപ്പുഴ നടരാജൻ്റെ കവിത. അങ്ങനെ കവികളുടെ ഒരു വലിയ മുന്നേറ്റം കേരളം പിന്നെ കാണുകയാണ്. വിപ്ലവ കവിതകളുടെ, മാറ്റത്തിന് വേണ്ടി വാദിക്കുന്ന കവിതകളുടെ വലിയ നിര. വയലാർ കയർ തൊഴിലാളികളെ കുറിച്ച്, തിരുനെല്ലൂര് കയർ തൊഴിലാളികളെ കുറിച്ച് അവരുടെ വ്യക്തിത്വം നിഷേധിക്കാതെ തന്നെ എഴുതിയ കവിതകൾ. തിരുനെല്ലൂരിൻ്റെ ഒരു കവിതയിൽ പറയുന്നത്, ഭരണ തുടർച്ചയുണ്ടാകുന്നത് നല്ലതാണ്, അങ്ങനെ തുടരുന്നല്ലോ ഞങ്ങളുടെ ദുഃഖവും ഇതിനകത്ത് ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്നാണ് കയർ തൊഴിലാളികൾ എന്നുള്ളൊരു കവിതയിൽ തിരുനെല്ലൂർ കരുണാകരൻ പറയുന്നത്. എന്ന് പറഞ്ഞാലേ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ, അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതെ
അത് പ്രധാന പ്രശ്നമാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ലോകം മുഴുവൻ തർക്കം നടക്കുന്നൊരു കാര്യമാണ്. ഈ ഇടയ്ക്ക് ഒരു ചാനലുകാരൻ ഒരു ബൈറ്റിന് വന്നു. ഒരു ചാനൽ പ്രവർത്തകയ്ക്ക് എതിരെ സർക്കാർ കേസെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ ഈ ചാനൽ പ്രവർത്തകരെല്ലാം ചെയ്യുന്നത് അവരവരുടെ മാനേജ്മെൻറ്റിൻ്റെ ആശയങ്ങളാണ് പറയുന്നത്. ജനറൽ ടി വിയിൽ ജോലി ചെയ്യുന്ന കവിത വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിനകത്ത് എനിക്കറിയാം. എനിക്കെതിരെയാണ് ഒരു കവികളിൽ എനിക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ വിമർശനവും തെറിയും ജനറൽ ടി വിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അവരൊക്കെ എനിക്കറിയാവുന്നവരാണ്. കവിത എഴുതുന്നവരും കവിത വായിക്കുന്നവരൊക്കെയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തകരാണ്. തൃശ്ശൂരൊക്കെയുള്ള CPI-കാരുള്ള പ്രവർത്തകർ എനിക്കറിയാം. പക്ഷേ അവർ ജോലിയുടെ ഭാഗമാണ്. മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ജോലിയുടെ ഭാഗമാണ്. ഈ ജനറൽ ടി വിയിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ കൈരളിയിലേക്ക് മാറ്റിയാൽ അയാളുടെ അവതരണ രീതി മുഴുവൻ മാറും. കൈരളിയിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ ജനറൽ ടി വിയിലേക്ക് മാറേണ്ടി വന്നാൽ അയാളുടെ അവതരണ രീതി മുഴുവൻ മാറും. അപ്പോൾ ഒരു ചാനൽ പ്രവർത്തകയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചാനൽ മുതലാളിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏഷ്യാനെറ്റ് മുതലാളിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസര ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ബോധമുള്ള കവിതകൾ ഉണ്ടായി. സച്ചിദാനന്ദൻ്റെ കവിത, കടമ്മനിട്ട രാമകൃഷ്ണനെ തീപിടിപ്പിച്ച കവിതകൾ. കടമ്മനിട്ട രാമകൃഷ്ണൻ പോയി സജിയോട് സൂചിപ്പിച്ചു. ഓഡിറ്റോറിയം നിറയെ ഇരുട്ട്, ആളുകൾ ഇങ്ങനെ ധാരാളം വന്നിരിപ്പുണ്ട്. കുറ്റിയിട്ട ഒരാൾ ഒരു പന്തം കത്തിച്ച് കയ്യിൽ വെച്ചിട്ട് വരികയാണ്. ഷർട്ടിടാത്ത ഒരാൾ, മുണ്ട് മാത്രം കൊടുത്ത ഒരാൾ. എന്നിട്ട് വേദിയിൽ നിന്നിട്ട് ഉറക്കെ ചോദിക്കുകയാണ്, ഈറ്റപ്പുലി നോറ്റുകിടക്കും മീറൻ കണ്ണ് തുറന്നും കരിമൂർഖൻ വാലിൽ പുരികം പാതി ഉളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. പിന്നീട് വന്ന ഓരോ കവിതകളിലൂടെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ കേരളം ഞെട്ടലോടുകൂടി ഏറ്റെടുത്ത തിരിച്ചറിഞ്ഞ ചോദ്യങ്ങളായിരുന്നു. ഉലകിൻ്റെ ഒരു കുടം താറുണ്ട്, ഒരു കുറ്റിച്ചൂലുണ്ട്, പെരുവാ നിറയെ തെറിയുണ്ട്, ഉലകിൻ്റെ ഉമ്മറത്തെത്തിയാൽ നിൽക്കവേ പുലയാട്ടി നിൽക്കുന്നു പോക്കറികളെ. കടമയുടെ ഉച്ചത്തിൽ ചോദിച്ചാണ് രാഷ്ട്രീയമാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് കടമയുടെ ഉച്ചത്തിൽ ചോദിച്ച ചോദ്യമാണ്. അതിനുശേഷവും ഇതുപോലെയുള്ള ധാരാളം കവിതകൾ, രാഷ്ട്രീയ കവിതകൾ ഉണ്ടായി. രാഷ്ട്രീയ കവിതകൾ ഉണ്ടായതിൽ വാസ്തവത്തിൽ മുദ്രാവാക്യങ്ങളുണ്ട്. നമ്മൾ മുദ്രാവാക്യങ്ങളെ കവിതകളെ ചിലപ്പോൾ ആളുകൾ പറയും, ഓ ഇത് വെറും മുദ്രാവാക്യമല്ലേ എന്ന് പറയും. അങ്ങനെയല്ല കേട്ടോ. മുദ്രാവാക്യങ്ങൾ സുന്ദരമായ കവിതകളാണ്. പല മുദ്രാവാക്യങ്ങളും നല്ല കവിതകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാവ്യഭംഗിയുള്ള ഒരു മുദ്രാവാക്യം ഇതാണ്: കാലത്തിൻ്റെ കുളമ്പടി നാദം കേട്ടിട്ട് ഉണരാതുറങ്ങുന്നവരെ കാലം നിങ്ങളുടെ കവിളിൽ കരിയാൽ ദ്രോഹി എന്ന് കുറിക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും ഇൻഖിലാബ് സിന്ദാബാദ്. എന്തൊരു മുദ്രാവാക്യം അത്! ഇൻഖിലാബ് സിന്ദാബാദ് എന്നുള്ള ഒറ്റവരി കവിതയാണ്. ഒരു ഉറുദു കവി എഴുതിയതാണ്. ഹസ്രത്ത് മൊഹായിനി എന്ന് പറഞ്ഞൊരു കവി എഴുതിയ ഒറ്റവരി കവിതയാണ് ഇൻഖിലാബ് സിന്ദാബാദ് എന്നുള്ള കവിത, ഒറ്റവരി കവിത. അത് ചൊല്ലിക്കൊണ്ടാണ് ഭഗത് സിംഗ്, ധീരനായ ഭഗത് സിംഗ് മരണത്തെ നേരിട്ടത്. അപ്പോൾ ഇതാണ് പറയുന്നത്, കാലത്തിൻ്റെ കുളമ്പടി. കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും എഴുതിയതാണെന്ന് എനിക്കറിയത്തില്ല ഈ മുദ്രാവാക്യം, പക്ഷേ മുഴുവൻ കവിതയാണ്. കാലത്തിൻ്റെ കുളമ്പടി നാദം കേട്ടിട്ട് ഉണരാതെ ഉറങ്ങുന്നവരെ കാലം നിങ്ങളുടെ കവിളിൽ കരിയാൽ ദ്രോഹി. ഇൻവെർട്ടർ കോമയിലാണ് ആ വാക്ക്. മുദ്രാവാക്യത്തിനകത്ത് ഇൻവെർട്ടർ കോമ പ്രയോഗിച്ചിട്ടുണ്ട്. ദ്രോഹി എന്ന് കുറിക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും ഇൻഖിലാബ് സിന്ദാബാദ് എന്നത്. ഇനി ഇങ്ങനെയുള്ള പ്രത്യക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയമൊന്നും കൂടാതെ തന്നെ ചില ആളുകൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തിൽ ഒരു ഹ്യൂമർ, ഒരു ഹാസ്യ കവിതയുടെ വിനോദ കവിതയുടെ അംശമുള്ളതുണ്ട്. കോഴിക്കോട്ട് വെച്ച് ഒരിക്കലും ഞങ്ങളുടെ മുദ്രാവാക്യം എങ്ങനെയാണ്: വിമത ലീഗ് ഒരു ലീഗ് ആണെങ്കിൽ ഫുട്ബോൾ ലീഗും ലീഗല്ലേ. അന്ന് വിമത ലീഗ് ഉണ്ടായിരുന്നൊരു കാലമാണ്. അതുപോലെ സർവതന്ത്ര കുതന്ത്ര സ്വതന്ത്രൻ TK ബാലന് വോട്ടില്ല എഴുതി വെച്ചിട്ടുണ്ട്. ഈ മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു പണിയണമെന്ന് പറഞ്ഞിട്ട് ഒരു സമരം നടന്നല്ലോ. അന്ന് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആരെഴുതിയെന്ന് എനിക്ക് അറിയത്തില്ല. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാലപ്പഴക്കം പറയാനായിട്ട് ഈ കവി പറഞ്ഞത് ആദാമിൻ്റെ കാലത്ത് എന്നാണ്. ആദാമിൻ്റെ കാലത്ത് കാട്ടുകല്ലുകൾ പെറുക്കി വെച്ച് ശർക്കരയും ചുണ്ണാമ്പും ചേർത്ത് കെട്ടിപ്പൊക്കിയ കയ്യാല പൊളിച്ചു മാറ്റും സർക്കാർ. ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല.
പൊളിറ്റിക്കൽ പോയമാണ്, പൊളിറ്റിക്കൽ രാഷ്ട്രീയ കവിതയാണ്. പക്ഷേ പൊയറ്റിക്കാണ്, വളരെ കാവ്യാത്മകമായിട്ടുള്ള ഒരു കവിതയാണ്. അതുപോലെ AKG മുടവൻമുകളിലെ ഈ മിച്ചഭൂമി ചൂണ്ടിക്കാണിക്കാൻ പോയ സമയത്ത് വിളിച്ചൊരു മുദ്രാവാക്യം, കവടിയാർ കൊട്ടാര തിരുമുറ്റത്ത് കാറ്റുകൊണ്ടിരിക്കുന്ന തമ്പുരാനെ കൊടിയുമായി ഞങ്ങൾ വരുന്ന നേരം തിരുവുള്ളക്കേടൊന്നും തോന്നരുതേ. ഇത് കവിത അല്ലെങ്കിൽ പിന്നെന്താണ്? എന്നെ വല്ലാതെ ചിരിപ്പിച്ച് ഇപ്പോഴും എനിക്ക് ഓർമ്മ വയ്ക്കുന്ന 1980 ഞാൻ കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്. തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. ആരാ ചെടിയുടെ മറവിൽ, ഞാനാ സാറേ അസുമ ബീവി, എന്താ ബീവി ചെടിയുടെ മറവിൽ, 5-6 വോട്ടിൻ്റെ കുറവുണ്ട് സാറേ. അപ്പോൾ ഇതൊന്നും നമുക്ക് സംഭവം തള്ളിക്കളയാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് പൊളിറ്റിക്കൽ പോയിംസിൻ്റെ രാഷ്ട്രീയ കവിതയുടെ ഒരു സഞ്ചാരം മലയാളത്തിൽ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടാകുന്നതിന് മുൻപ് കവികൾ ഇത് ആരംഭിച്ചു. അവരുടെ അസ്വാസ്ഥ്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിലെ ഉച്ച നിമ്നതകളെ, നീചത്വം എന്ന് പറയുമ്പോഴല്ലോ, ഉച്ച നിമ്നതകളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതൊക്കെ ചെയ്തു. ആ കാറ്റഗറിയിൽ, ആ ഗണത്തിൽപ്പെടുന്ന നിരവധി കവിതകൾ ഇത് എഴുതിയിട്ടുണ്ട്. ഒരു കവിയുടെ പൊളിറ്റിക്കൽ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴെന്തുകൊണ്ടാണ് ആരും ഈ മലയാളിക്കാട്ടിൽ തിങ്ങി വിങ്ങിന്ന് എഴുതാത്തത്? നല്ല കവിത അല്ലാത്തതുകൊണ്ടല്ല, അതല്ല കാലം അതല്ല ആവശ്യപ്പെടുന്നത്. കാലം വേറെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പുതിയ കാലത്ത് ഈ കവി വളരെയധികം വേദനിക്കുകയാണ്. പാർലമെന്റ് പൗരത്വ ബില്ല് ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ ഓരോ കാര്യങ്ങളിലും വിഷമിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള രാഷ്ട്രീയ കവിതകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രാഷ്ട്രീയ കവിതകളാണ് എന്ന് എനിക്ക് തോന്നുന്നു. വൈലോപ്പിള്ളി മാഷൊക്കെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, വിശ്വസംസ്കാര പാലകരാകും വിജ്ഞരെ യുഗം വെല്ലുവിളിപ്പോ, ആകുമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ, സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാവട്ടെ വേഗമാവട്ടെ എന്ന്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിന് മേലാകട്ടെ പൊന്നാര്യൻ. ശ്രീ നേരെ ഖദർ ഉടുപ്പിട്ട് നടന്ന ഒരു കവിയാണ്. ഖദർ ഉടുപ്പിട്ട് നടന്ന ഒരു വക്കീൽ ഉമസ്തനാണ് ഈ കവിത എഴുതിയത്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിന് മേലാകട്ടെ പൊന്നാര്യൻ. ആദ്യം പൊന്നാര്യൻ കൊയ്യല്ല വേണ്ടത്, ആദ്യം അധികാരം കൊയ്തെടുക്കുക എന്നാണ്. എങ്കിലേ നമുക്ക് പൊന്നാര്യനെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന പൊളിറ്റിക്കൽ തിരിച്ചറിവ്, രാഷ്ട്രീയമായ തിരിച്ചറിവ് ഖദറോടൊപ്പെട്ട രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു കവിക്ക് ഇടശ്ശേരി ഗോവിന്ദനാർക്ക് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ദുഃഖമുണ്ട്, ഈ ദുഃഖം ചേരാത്ത ജീവിതമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ദുഃഖത്തിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. അത് അദ്ദേഹം പറഞ്ഞത്, ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം എന്നാണ് പറഞ്ഞത്. കണ്ണീരുപ്പ് പുരട്ടിയ ജീവിത പലഹാരം. കണ്ണീരുപ്പ് പുരട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വേദനിക്കുന്ന മനുഷ്യനോടൊപ്പം നിൽക്കുന്ന ഒരു കാലാവസ്ഥ അതായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് ഇടശ്ശേരി ഗോവിന്ദനായർ കവിതയിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചില ഈ രാഷ്ട്രീയ കവിതകളാണ് ഞാൻ അന്വേഷിക്കുന്നത്. റെഡ് സല്യൂട്ട് സൈമൺ ബ്രിട്ടോ എന്ന കവിത വല്ലാതെ വികാരം കൊള്ളിച്ചൊരു കവിതയാണ്. സൈമൺ ബ്രിട്ടോയ്ക്ക് മരണമില്ല. സൈമൺ ബ്രിട്ടോ നമ്മൾ കണ്ടിട്ടുള്ള അസാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. കേരള നിയമസഭയിലേക്ക് ജയിച്ച MLA-മാരിൽ ഒരേ ഒരാൾ മാത്രമാണ് മരണാനന്തരം അദ്ദേഹത്തിൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് കൊടുത്തത്. അത് ഈ സൈമൺ ബ്രിട്ടോയാണ്. പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ, നമ്മൾ വിജയിപ്പിച്ച പാർലമെൻറ്റ് അംഗങ്ങളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് രാമൻ അറേ എന്ന കാസർകോട്ടെ പാർലമെൻറ്റ് മെമ്പറാണ്. അങ്ങനെ ഒരു അസാധാരണ ജീവിതമുണ്ട്. നമ്മൾ എന്ത് പറയുമ്പോഴും മരണം എന്താണെന്ന് അറിയുന്ന ഒരാളിന് മാത്രമേ മൃതശരീരം ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കോന്നിയിൽ EMS സാംസ്കാരിക സമിതി എന്നുള്ള സാംസ്കാരിക സമിതിയുണ്ട്. 100-ലധികം ആളുകളാണ് മരണാനന്തരം മെഡിക്കൽ കോളേജിലേക്ക് ഈ മൃതശരീരം കൊടുക്കുവാൻ കരാറ് കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരാൾ മരിച്ചപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ ഒരനന്തരവൻ ചിലടൊക്കെ കിട്ടിയ നമ്മുടെ ഈ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയുടെ കുട്ടി ചിലടൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു അനന്തരവൻ പറഞ്ഞ്, എൻ്റെ അമ്മാവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കീകൾ പറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ സംബന്ധിച്ച അവസാന വാക്ക് എൻ്റേതാണ്, നിൻ്റെയല്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞങ്ങൾ രണ്ടുപേരും മരണാനന്തരം മെഡിക്കൽ കോളേജിലേക്ക് ഡെഡ് ബോഡി കൊടുക്കാമെന്ന് കരാറ് എഴുതി കോട്ടയം മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം.
അങ്ങനെയുള്ള അപൂർവ ആളുകളുടെ ആളാണ് സൈമൺ ബ്രിട്ടോ. സൈമൺ ബ്രിട്ടോയെക്കുറിച്ച് കണൽ എഴുതിയ കവിത: മോട്ടോർ സൈക്കിളിൽ ഒരിക്കൽ ഒരു വിപ്ലവകാരി. നല്ല പ്രസിദ്ധമായ ചെറുപേരുടെ മോട്ടോർ സൈക്കിൾ യാത്ര. മോട്ടോർ സൈക്കിളിൽ ഒരിക്കൽ ഒരു വിപ്ലവകാരി മനുഷ്യനെ തൊട്ടറിയാൻ യാത്ര ചെയ്തു. മറ്റൊരു വിപ്ലവകാരി വീൽ ചെയറിൽ. സൈമൺ ബ്രിട്ടോ കുത്തേറ്റ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് വേറെ വിദ്യാർത്ഥി സംഘടനയുടെ ആൾ കുത്തി, നട്ടല്ലിന് കുത്തി. പിന്നെ എഴുന്നേക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചതും പല നോവലുകൾ എഴുതിയതും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നടത്തിയതും എല്ലാം ഈ വീൽ ചെയറിൽ സഞ്ചരിച്ചുകൊണ്ട് ആയിരുന്നു. മറ്റൊരു വിപ്ലവകാരി വീൽ ചെയറിൽ കർഷകനെ, തൊഴിലാളിയെ, ആദിവാസിയെ അറിഞ്ഞു. ഇന്ത്യയെ അറിഞ്ഞ ധീരനാം സഖാവ് സൈമൺ ബ്രിട്ടോ. കഴുകൻ കണ്ണുകൾ രക്തത്തിനായി തിരഞ്ഞു. ഇൻകിലാബ് മുഴക്കിയ ഹൃദയമിടിപ്പ്, തിരഞ്ഞ കൊലക്കത്തി മൂർച്ച. പിന്നിൽ ഭീരുവിൻ്റെ കഠാര ആഴ്ന്നിറങ്ങി. പകുതി ജീവനകങ്ങ് ആ വരാന്തയിൽ നീ പിടഞ്ഞു വീണു. ഒരു ഫീനിക്സ് പക്ഷി പോൽ പിടഞ്ഞു തീർന്നിടത്തു നിന്ന് തിരിച്ചു പിടിച്ചു. മരണം കൊണ്ടുപോയ പാതി ജീവനെ നീ ആത്മബലത്താൽ വീണ്ടും ഊതി ആളിക്കത്തിച്ചു. വിപ്ലവം ജ്വലിക്കുമൊരു സത്യമായി, ധീരമാം പോരാളികൾക്ക് ഒരു ശക്തിയായി, തീപ്പന്തമായി, അഭിമന്യുവിൻ്റെ സ്നേഹമായി. മരണത്തെ തോൽപ്പിച്ചവന് ഇനി എന്ത് മരണം? സഖാവേ, മരണമില്ലാത്തവൻ നീ, രക്തസാക്ഷി. ബ്ലഡ് സല്യൂട്ട്, സൈമൺ ബ്രിട്ടോ. അല്ലാതെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കവിതയാണ് അത്. ഇരുണ്ട കാലത്തെ തീരങ്ങൾ. ഇതൊരു കമനസ് ക്ലാസ് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉണ്ടായൊരു കവിയാണ്. നമ്മുടെ നാട്ടിൽ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഉണ്ടായൊരു വലിയ നേട്ടം, മുന്നേറ്റം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടായിരുന്നതാണ്. പണ്ട് സ്ത്രീകൾ എഴുതാൻ അനുവദിച്ചിരുന്നില്ല. കേരളത്തിൽ ഭ്രാന്താലയമായിരുന്നല്ലോ നമ്മൾ. അതുകൊണ്ട് സ്ത്രീകളെ എഴുതാൻ അനുവദിച്ചിരുന്നില്ല. തമിഴ്നാട്ടിലും തമിഴർക്കും കന്നഡിയർക്കും ഒക്കെ എഴുത്തമ്മമാരുണ്ട്. നമുക്ക് എഴുത്തമ്മയില്ല, എഴുത്ത അച്ഛൻ മാത്രമേ നമുക്ക് പെണ്ണുങ്ങളോട് എഴുതരുതെന്ന് പറയുന്ന നാടാണ് നമ്മുടെ. അതുകൊണ്ട് സ്ത്രീകൾക്ക് എഴുതുന്ന സ്വാതന്ത്ര്യമുണ്ട്. ഏത് സ്ത്രീ എഴുതിയാലും വീട്ടിൽ വഴക്കാം. പ്രണയത്തെക്കുറിച്ച് എഴുതിയാൽ ഭർത്താവിന് സംശയം, ആരെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അച്ഛനമ്മമാരുടെ സംശയം, നമ്മൾ കല്യാണം കഴിച്ചാളിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇനി വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള സംശയം. ആകെ പ്രശ്നങ്ങളാണ്. എഴുതാൻ യാതൊരു നിർവാഹമില്ല സ്ത്രീകൾക്ക്. പക്ഷേ അവരുടെ മനസ്സിൽ കവിതയുണ്ട്, തിങ്ങി നിൽക്കുന്ന കവിത. അവരെന്ത് ചെയ്തു? അവർ ബസ്സിനകത്തുനിന്നുകൊണ്ട് മൊബൈൽ ഫോണിനകത്ത് ഒറ്റ വിരലുകൊണ്ട് ടൈപ്പ് ചെയ്ത് ലോകത്തിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു ഈ കവിത. അങ്ങനെ സ്ത്രീകളുടെ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടായി. ഇന്ന് വായിച്ച കവിത എന്നുള്ള പേരിൽ കഴിഞ്ഞ 12 വർഷം ഇന്ന് എവിടെ സ്ത്രീയുടെ കവിതയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും ആ സ്ത്രീയുടെ കവിത എനിക്ക് കൊടുക്കാനായി കിട്ടുന്നു എന്നുള്ളതാണ്. സ്ത്രീകളുടെ കവിതയ്ക്ക് രാഷ്ട്രീയ ബോധമുള്ള കവിതകൾ ഉണ്ടാകുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്ത്രീകൾ എഴുതുന്നത് എന്തെല്ലാമാണ്? സ്ത്രീകൾ എഴുതുന്നത് പ്രധാനമായിട്ടും തുറന്നു കിട്ടിയൊരു സന്ദർഭം എന്നുള്ള നിലയ്ക്ക് പ്രണയമാണ് ഒരുപാട് ആളുകൾ എഴുതുന്നത്. അതുപോലെ സ്ത്രീകളുടെ വിഷയങ്ങൾ ധാരാളമായിട്ടുണ്ട്, അതും അവർ എഴുതുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രം പറയാൻ കഴിയാവുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്, അത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേസമയം ഈ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡുള്ള രാഷ്ട്രീയ നിലപാടുകളുള്ള കവിതകൾ എത്ര സ്ത്രീകൾ എഴുതുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. വളരെ അപൂർവം സ്ത്രീകൾ മാത്രമേ ഈ രാഷ്ട്രീയ നിലപാടുള്ള കവിതകൾ എഴുതുന്നുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കവിത ഞാൻ ഇന്നലെ ഈ ഫേസ്ബുക്കിലെ എൻ്റെ പേജിൽ കൊടുത്തിരുന്നു. അസാധാരണ ഒരു കവിത. സ്ത്രീകൾ രാഷ്ട്രീയ കവിത എഴുതി അങ്ങനെ സാധാരണ കാണാറില്ല. ആ കവിത ഇങ്ങനെയാണ്: ലോങ് മാർച്ച് എന്നാണ് ഈ കവിതയുടെ പേര്. ലോങ് മാർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചൈനയിലെ മാവോസിസം നടത്തിയ ലോങ് മാർച്ചാണ്. നീണ്ട യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. കരയും മലയും പുഴയും ചിലപ്പോൾ കടലും താണ്ടണം. അർദ്ധനഗ്നനായ ഫക്കീറിൻ്റെ ഊന്നുവടി കയ്യിലെടുത്തു. ആദ്യ വെടിയുണ്ടയിൽ തെറിച്ചുപോയതാണ്. ആഞ്ഞു നടക്കാനുള്ള ബലം നൽകാൻ ഇപ്പോഴും അതിന് കഴിയും. ഭഗത് സിംഗിൻ്റെ മുഷ്ടിയുടെ കരുത്ത് ഒരു ഇൻകിലാബ് വിളിയിലൂടെ പരീക്ഷിച്ചുറപ്പിച്ചു. ഉത്തം സിംഗിനെ നന്ദിയോടെ സ്മരിച്ചു.
ബാബ ഭീമിന് ഒരു നീല സല്യൂട്ട് നൽകി. നിശ്ചയദാർഢ്യത്തിൻ്റെ ഭരണഘടനയെ നെഞ്ചോട് ചേർത്തു ലക്ഷ്യത്തിലേക്ക് മാർച്ച് തുടങ്ങി. പൊള്ളി അടർന്ന പാദങ്ങളുമായി എൻ്റെ രാജ്യവും എന്നോടൊപ്പം നടക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. എസ് സരസ്വത് എന്നു പേരുള്ള ഒരു കവി എഴുതിയ കവിതയാണ്. സ്ത്രീകൾ രാഷ്ട്രീയ മുന്നേറ്റത്തെക്കുറിച്ച് എഴുതി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇരുണ്ട കാലത്തെ നിറങ്ങൾ, ഇരുണ്ട നിറം അകറ്റി നിർത്തും, അടിമയാക്കും. വേദനയിൽ ഇറ്റുവീണ കണ്ണുനീരിനും മർദ്ദനത്തിൽ ചീന്തിയ ചോരയ്ക്കും മർദ്ദകന്റെ അട്ടഹാസത്തിൽ അവരിൽ നിന്ന് തെറിച്ച ഉമിനീരിനും ഇരയ്ക്കും വേട്ടക്കാരനും അടിമയ്ക്കും ഉടമയ്ക്കും ഒരേ നിറം. എന്നിട്ടും ക്ലാവ് പിടിച്ച മനസ്സുകളിൽ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും വിളിപ്പേര് വിളയാടി മക്കൾ. അകറ്റി നിർത്തും തീണ്ടാപ്പാടകലെ ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചുപോക്കിന് കൊലയാട്ടുകൾ ഇന്നും മുഴങ്ങും. അടിമത്തം അദൃശ്യമായ കൂച്ചുവിലങ്ങായി കൈകാലുകൾ ഇന്നും മരിഞ്ഞു മുറുകുന്നുണ്ട്. അങ്ങനെ വേറൊരു കവിതയാണ് എനിക്ക് ഈ കവിയോട് പറയാനുള്ളത്. മരണത്തെക്കുറിച്ചും വിരഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും മലയാളത്തിൽ ധാരാളം കവിതകളുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് വേണ്ടത് പൊളിറ്റിക്കൽ അവയർനെസ്. വരാൻ പോകുന്ന കാലം അങ്ങനെയാണ്. ഏത് കവി ഏത് സമയം അന്വേഷണ ഏജൻസികൾ പിടിക്കപ്പെടും എന്ന് അറിയാൻ വയ്യ, അല്ലെങ്കിൽ ആസാമിൽ പോയി കേസ് പറയേണ്ടി വരും എന്ന് അറിയാൻ വയ്യ. അങ്ങനെയാണ് കാലം. ഞാൻ 36 ദിവസം പോലീസ് പ്രൊട്ടക്ഷനിൽ കഴിഞ്ഞ ഒരാളാണ്. 24 മണിക്കൂറും വീട്ടിൽ പകലും രാത്രിയിലും പോലീസുകാരുണ്ടായിരുന്നു. തുറന്ന് വർത്തമാനം പറയാൻ അപകടകരമാണ്. കാലം അങ്ങനെയാണ്. ആ കാലത്തേക്ക് പോകുമ്പോൾ ഒരു കവിക്ക് വേണ്ടുന്നത് പ്രണയമുണ്ട്, ഓക്കെ ശരി, വിരഹമുണ്ട് ശരി, മരണാവബോധമുണ്ട് ശരി, പക്ഷേ പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാവണം, രാഷ്ട്രീയ ജാഗ്രത ഉണ്ടാവണം. നമസ്കാരം.